പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അനേകം മക്കള്, ആയിരക്കണക്കിന് മക്കള് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർത്ത് കൊതിച്ചിരിക്കേണ്ടിച്ചേ. അവരെല്ലാം പ്രാർത്ഥിക്കണേ, കർത്താവേ, ഇന്നെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കാര്യം പറയണേ എന്നാണ്. ഈശോ, അതെനിക്ക് പറയാൻ കിട്ടുന്നുണ്ടോ, ഞാൻ പറയുന്നില്ല, അവരുടെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവരുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാം. അങ്ങനെ കൊതിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളുടെ മേൽ ദൈവമേ ഇന്നൊരു തീരുമാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ അയക്കുന്ന അളിച്ച കർത്താവേ, അത് നിന്റെ വാഗ്ദാനമാണ്. ഈ പ്രാർത്ഥന കൂടുന്ന മക്കള് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിത മണ്ഡലങ്ങളിലും ജീവിതയാത്രയിലും ഇന്നവർ ഇടപെടുന്ന ഓരോ വിഷയങ്ങളും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ പലതരത്തിലുള്ള ഡയഗ്നോസിസൊക്കെ കഴിയുമ്പോൾ
ഇന്ന രോഗം ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചിരിക്കണവരുണ്ട് ഈശോയെ. അവർക്ക് പോയി പണി നോക്കാൻ പറയണം ഈശോയെ. ഒരു പേടിക്കാൻ ആവശ്യമില്ല, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് എന്ന് ബോധ്യം കൊടുത്ത് അവർക്ക് ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈ പ്രാർത്ഥന വഴി കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയും നിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണുനീര് എങ്ങനെയാണോ മഞ്ഞ് തുള്ളികൾ സൂര്യൻ ഉദിക്കുമ്പോൾ വരണ്ട് ഉണങ്ങിപ്പോണ പോലെ നിൻ്റെ സങ്കടങ്ങളെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തിയിൽ അങ്ങനെ വരണ്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ സാമ്പത്തികമായ മേഖലകളിലെ വസ്തുക്കൾ വിറ്റുപോകാനും അതുപോലെ സ്ഥലങ്ങൾ വിറ്റുമാറാനും ഓരോ ആൾക്കാർ ഉള്ളത് വിറ്റിട്ട് വലിയ കടങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടാൻ വേണ്ടി രാത്രിയും പകലും കടക്കാർ കൊണ്ട് പൊറുതിമുട്ടി മാതാവേ ആത്മഹത്യ ചെയ്യണമെന്ന് പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരാരും ഒന്നും അവർക്ക് സങ്കടം. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാന ആ കുടുംബങ്ങൾക്ക് ഇപ്പോൾ സംരക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധി ഞാൻ നന്ദി പറയുന്നു. ഏതെങ്കിലും ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് വേദനിക്കുന്നവർക്കും ഇന്ന് മറുപടി കിട്ടും, ഇന്ന് ദൈവം നമ്മൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞവർക്ക് ഇന്ന് തന്നെ മറുപടി കൊടുത്തുകൊണ്ട് കർത്താവേ അവരങ്ങ് ഉറങ്ങണമെമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വരൻ എന്നേക്കും ആമേൻ. നമ്മൾ ഈ ജപമാല നമ്മളെ എന്തുമാത്രം സഹായിക്കുന്നുണ്ടെന്നറിയാമോ? ആ ജപമാല ഒന്നാമത് ലളിതമായ പ്രാർത്ഥനയാണ്, മുഴുവനും ഭജനം തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവ സംരക്ഷണം ഉറപ്പ് വരുത്തും. നമ്മുടെ വഴിയിൽ ദൈവഹിതപ്രകാരമല്ല അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഏജൻറ്റിന് കാശ് കൊടുക്കാൻ പോലും വിചാരിച്ചോ, നിങ്ങൾ അളിയൻ വിളിച്ചോ കൊണ്ടുപോകാന്ന് തിരിക്ക് വിളിക്കുക. ഇപ്പം നിൻ്റെ ഭാര്യയുടെ അളിയനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എളുപ്പം കൊണ്ടുപോവാ, എത്ര നേരമായി നമ്മളെ ഇപ്പം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമ്മളെ ഇടംബലം ചിന്തിക്കാതെ പൈസ കൊണ്ട് കൊടുക്കും. കാര്യം തട്ടിക്കാനുള്ളവൻ ധൃതി കാണിക്കും എപ്പോഴും. അത് എപ്പോഴും ഓർത്തേക്കണം. തട്ടിപ്പ് ആൾക്കാർ ധൃതി കാണിക്കും. എല്ലാവരും അങ്ങനെ കാണിക്കണമെന്നല്ല, പൊതുവേ നമ്മൾ അങ്ങനെയാണ് കണ്ടുവന്നിരിക്കുന്നത്. പിടിയോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ സമയം തരാത്തവന്മാർ നല്ല ഫ്രോഡുകളായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ 6 ലക്ഷം രൂപ കൊടുത്ത് 5 ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ പറയല്ലേ, പിന്നെ നമുക്ക് അരഞ്ഞു കൂപ്പി കോടതിയിൽ പോയി നടന്ന് അവിടേക്ക് പോയ കാശ് പിടിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ആക്രാന്തം കൊടുത്ത് നമ്മളെ പറ്റിക്കാനിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്, സംരക്ഷണത്തിനുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു. അത് നിങ്ങളെ എന്തെങ്കിലും പൂച്ച കുരിച്ച് വരക്കണവരെ എന്തെങ്കിലും കാണിച്ച് പോകരുത്. ചില ആൾക്കാർക്കൊരു പരിപാടിയുണ്ട്, ഉടുപ്പൊക്കെ ഇട്ട് കണ്ണാടി നോക്കാൻ വേണ്ടി കുറേ നേരമൊക്കെ എടുക്കും, ഇങ്ങനെയൊക്കെ നോക്കും. പക്ഷേ കർത്താവിൻ്റെ തരുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പം നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് പിശാചുകൾ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. വേളാങ്കണ്ണി പോകാൻ വേണ്ടി കയറിയാൽ മതി വണ്ടിയെ, നമ്മൾ പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ തന്നെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നെങ്ങാനും തീരുവായത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓളിച്ചിരിച്ചുകൊണ്ടിരിക്കും. പിശാച് അപ്പം തന്നെ വണ്ടിയെ കയറുകയാണ്. അപ്പോൾ വിശ്വാസിയായി ജീവിക്കുക എന്ന് വെച്ചാൽ കുറച്ച് തൻ്റെ ഇടം കൂടി വേണം. കാര്യം ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മളെപ്പോഴും ഈടറവോടുകൂടി അവർക്ക് ലോകത്തിൻ്റെ സന്തോഷം അവർക്ക് മനസ്സിലിരിക്കണത്. അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി നിന്നായിരിക്കും ചിലപ്പോൾ അവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ദൈവതിരുസന്നിധിയിൽ നിന്നെ പ്രതിയായിരിക്കും സംരക്ഷണം. ജപമാലയിലെ 6 നന്മ നിറഞ്ഞു മറിയുക എന്നുള്ളത് 6 ദൈവവചനമാണ്. സ്വർഗസ്ഥനായ പിതാവിനും 6 ദൈവവചനമുണ്ട്. പക്ഷേ ഇനി ജപമാലയുടെ അകത്തുള്ള രഹസ്യങ്ങളെല്ലാം രക്ഷാകര സംഭവങ്ങളാണ്. കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തെ ലോകത്തെ വീണ്ടെടുത്ത സംഭവങ്ങൾ ജപമാലയിലുള്ളത്. എന്താണ് കുഴപ്പം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടിൽ പ്രായമുള്ളവർ ചൊല്ലി വക്രിച്ച് കളഞ്ഞു ജപമാല. ആ ജപമാലയുടെ ഒരു ഭക്തി, ഒരു വിശ്വാസത്തിന് ചെല്ലുന്ന ആൾക്കാരുണ്ട്. പിന്നെ വാപോയ കൊടാരി പോലെ ജപമാല ചെല്ലുന്ന ആൾക്കാർ. അങ്ങനെയൊക്കെ പിള്ളേർ കേട്ട് ഈ ജപമാലയുടെ ഒരു വില കുടുംബത്തിൽ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജപമാല ഒരു വാക്ക് പിടിച്ച് നമ്മൾ ചെല്ലിക്കണമെന്നാണെങ്കിൽ ജപമാലയേക്കാൾ വലിയൊരു പ്രാർത്ഥനയില്ല. ഇപ്പം ഞങ്ങൾക്ക് കാനന നമസ്കാരം ഉണ്ടല്ലോ അച്ഛന്മാർക്ക്. അപ്പോൾ കാനന നമസ്കാരം ചെല്ലിയാലും ഞാൻ ജപമാല ചെല്ലും. അതിൻ്റെ അപ്പുറത്ത് കാനന
കരം നമസ്കാരത്തിന് അപ്പുറത്തും ഇപ്പുറത്തും 2 ജപമാല ചൊല്ലും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണ ആഹാരം എന്ന് പറഞ്ഞ ജപമാലയാണ്. കാരണം രക്ഷാകര സംഭവം മൊത്തം ഉള്ളത് ജപമാല ഇതാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോകുമ്പോഴും ജപമാല ഒരു ദൈവത്തോട് നന്ദി പറയണം. ജപമാല തന്നതിന് എവിടെ പോകുമ്പോഴും ജപമാല നമുക്ക് ചെല്ലാം. ഇപ്പം നിങ്ങൾ കഴുത്ത് ഇടുകയും പോക്കറ്റ് ഇടുകയും ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പേഴ്സിൽ വെക്കുകയും ചെയ്യണമാണ്. പേഴ്സിൽ വെക്കാൻ നമ്മൾ ആ രീതിയിൽ അതിനൊക്കെ ഒരു 5 മാർക്കാണ് ഉള്ളത് കഴുത്തിടുന്നവർ. പക്ഷെ ബാക്കി 95 മാർക്ക് എന്തിനാണ്? ജപമാല ചെല്ലുന്നതിനാണ്. ജപമാല ചെല്ലാതെ കഴുത്തിടണമെന്ന് പറഞ്ഞാൽ എന്തിനാണ്? അത് ഈ പിശാച് വരാതിരിക്കാൻ വേണ്ടി പേടിത്തൊണ്ടന്മാർ ഇടണമാണ്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. ജപമാല ചൊല്ലാതെ കഴുത്തെ മാത്രം ഇടുന്ന ആഭരണവും ആഡംബരവും പിന്നെ സംരക്ഷണവും ഒക്കെ ഇല്ലേ, അത് ആ ആൾക്കാർ ജപമാല ചൊല്ലണ കൂടി നമ്മളാണ് അത് പൂർണ്ണമാകണമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് 12 വചനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താ കാര്യം വെച്ചാൽ റോമ 1:16 എടുത്തേ. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പൊ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. റോമ 1:16. ജപമാല എന്ന് പറയുന്നത് മുഴുവനും സുവിശേഷമാണ്. അപ്പോൾ ജപമാലയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. രക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തു അല്ലേ. അപ്പോൾ ജപമാല നമ്മളെ നയിക്കണമെങ്കിൽ ക്രിസ്തുവിലേക്കാണ് നയിക്കണത്. ഓക്കെ അല്ലേ? എന്നെ ഈ അൾത്താരയിലേക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഉദയപുരം ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, എനിക്ക് വർഷങ്ങളായിട്ട് 20 വർഷത്തിന് മുകളിലായിട്ട് എനിക്ക് വായിൽ പുണ്ണുണ്ടായിരുന്നു. എന്നും മിക്കവാറും ദിവസങ്ങൾ വായിൽ പുണ്ണായിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അങ്ങനെ ഒത്തിരി പ്രശ്നമായിട്ടൊന്നുമില്ല, വരും, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ 6 മാസമായിട്ട് എൻ്റെ വായിൽ നിറച്ചും പുണ്ണ് വരും. 2-3 ഒരുമിച്ച് വരും. അത് കഴിഞ്ഞ് അതെല്ലാം ഒന്നായിട്ട് മാറുകയും അത് വലിയ വ്രണം പോലെ ഈ ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ വരുന്ന പോലെ അത്രയും ഭീകരമായ രീതിയിൽ വരും. നാക്കിൻ്റെ സൈഡിലും അങ്ങനെ ഒത്തിരി ഭയങ്കര ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും വിളിച്ചാൽ സംസാരിക്കാനോ ഒന്നും പറ്റില്ല. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലാണെങ്കിൽ എഴുതി കാണിച്ചു കൊടുത്ത് അങ്ങനെ എല്ലാം അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് 6 മാസം തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി. സാധാരണഗതിയിൽ അത്രയും പ്രശ്നമായിട്ടൊന്നും വരാറില്ല. വന്നു ഒരാഴ്ച കഴിയുമ്പോഴത്തേനും അങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഈ 6 മാസം തുടർച്ചയായിട്ട് ഇങ്ങനെ മാറാതെ വായിലൊരു റെസ്റ്റും ഇല്ലാത്ത രീതിയിൽ വായിൽ പുണ്ണ് വരും. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഉറക്കവുമില്ല. രാത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ വായിലിങ്ങനെ വെള്ളം വരുന്ന പോലെയാകും. അപ്പോൾ കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കട്ടിലേൽ ഇങ്ങനെ ചാരിയിരുന്ന് തലയിൽ ഇങ്ങനെ കൈവച്ച് അങ്ങനെ ഒരു അവസ്ഥയിലൂടെയായിരുന്നു, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അതിലിടയ്ക്കൊക്കെ ഡോക്ടേഴ്സിനെ കാണിച്ച് അവർ അത്യാവശ്യം വൈറ്റമിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ തരും. 1-2 പ്രാവശ്യം ആൻറ്റിബയോട്ടിക് തന്നു. പക്ഷെ അതൊന്നും കഴിച്ചിട്ടൊന്നും എനിക്ക് ഒരു കുറവും ഇല്ല. വൈറ്റമിൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഒത്തിരി മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈറ്റമിൻ്റെ പ്രശ്നം കൊണ്ടൊന്നല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഇത് വൈറ്റമിൻ കഴിച്ചാലും കുറയുന്നില്ലാതെ കാണുമ്പം ഏകദേശം അറിയുമല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഇത്രയും ഭയങ്കര ഭീകരമായ രീതിയിൽ വരാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലൊരു സംശയം തോന്നി. ഇത് ക്യാൻസറിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊരു സംശയം തോന്നി. അപ്പം വീട്ടിൽ പറയാൻ, ഹസ്ബൻഡിനോടാണെങ്കിലും പറയാൻ എനിക്കൊരു പേടി. എന്നുവെച്ചാൽ രാജേഷിൻ്റെയൊക്കെയാണെങ്കിലും ഇതൊക്കെ കേൾക്കും ഭയങ്കര ഒരു ടെൻഷനുള്ള ആളാണ്. ഒരസുഖം അങ്ങനെ എന്തെങ്കിലും ഇതാവുന്നതിന് ഭയങ്കര ടെൻഷനാണ്. നിവൃത്തിയില്ലാതെ ലാസ്റ്റോട്ടായപ്പോൾ ഒരു 3-5 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ ക്യാൻസർ എങ്ങാണ്ടാണോ എന്ന രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞു. പിന്നെ ഒന്ന് നോക്കിയില്ല, പുള്ളിക്ക് ടെൻഷനായി. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഞാനൊന്നും മംഗലാപുരത്തൊന്ന് കൊണ്ട് കാണിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ
ഞങ്ങൾ ഏതായാലും ഞാനും വിചാരിച്ചു ഇത്രയും വേദന സഹിച്ചില്ലേ, ഇനിയിപ്പോൾ ഒന്ന് മംഗലാപുരത്തായാലും ഒന്ന് കാണിച്ച് ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള, ഒന്നുകിൽ എന്താണെന്ന് കാര്യമൊന്നും എനിക്ക് അറിയണം, അല്ലെങ്കിൽ ഇതൊന്ന് മാറിക്കിട്ടണം എന്ന രീതിയിൽ തന്നെ ഞാനും അത്ര മടുത്തു. വേദന സഹിച്ച് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ അത്ര എത്തി. അപ്പോൾ മംഗലാപുരത്ത് കൊണ്ട് കാണിച്ചപ്പോൾ അവർ ഓരോ ചെക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മരുന്ന് തന്നു, ഒരാഴ്ചത്തേക്ക് മരുന്ന് തന്നു. അത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് പോകാൻ വേണ്ടി ഞങ്ങളെല്ലാം റെഡിയായിട്ട് ഇരിക്കുമ്പോഴത്തേനും എനിക്ക് 1 വർഷം മുന്നേ യൂട്രസിൽ ചെറിയൊരു മുഴയുണ്ടായിരുന്നു. അത് ഒരെണ്ണമായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം വായിൽ പുണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേനും എനിക്ക് വയറുവേദന, ഒരു വെള്ളിയാഴ്ച ദിവസം ആകുമ്പോഴത്തേനും എനിക്ക് വയറുവേദന വരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയായി, ഇത് യൂട്രസിൽ ഇങ്ങനെ പ്രശ്നം ഉള്ളത് കാരണം എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടേഴ്സിനെ അന്ന് തന്നെ ആ വേദന സഹിക്കാൻ പറ്റാത്തൊരു വേദനയായത് കാരണം ഞാൻ ഡോക്ടറിനെ അന്ന് കൊണ്ട് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്ന് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ശനിയാഴ്ച ദിവസം തന്നെ പോയി സ്കാനിങ് ചെയ്ത് നോക്കുമ്പം എനിക്ക് ഒരു മുഴയുള്ളിടത്ത് 3 എണ്ണം കൂടെ കൂടി, അങ്ങനെ 4 എണ്ണമായിട്ട് മാറി. 4 എണ്ണമായിട്ട് വന്നപ്പം ബ്ലാഡറിൽ ഇങ്ങനെ തടിപ്പും, അപ്പം യൂറിൻ കംപ്ലീറ്റ് പോകുന്നില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഇൻഫെക്ഷനുമായിട്ട് മാറി. അപ്പോൾ ആ സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർ തന്നെ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നീ ഒന്ന് പോയിട്ട് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ അങ്ങനെ കാണിച്ച് നല്ല ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല, അത് മൊത്തം സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നീ ഒത്തിരി താമസിക്കണ്ട, യൂറിൻ കൾച്ചറൊക്കെ ചെയ്ത് നീ എത്രയും പെട്ടെന്ന് തന്നെ വേഗം പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് അതും ഒരു ടെൻഷനായി. അപ്പം വായിലെ പുണ്ണ് അവിടെ മാറ്റി വെച്ചു. അപ്പോൾ യൂട്രസിൽ അത് ഇത്രയും പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ അതും ഒരു ടെൻഷനായി. അപ്പോൾ ഞാൻ ഇതേപോലെ മംഗലാപുരത്ത് തന്നെ കൊണ്ട് കാണിച്ചു യൂട്രസിലെ പ്രശ്നം. അങ്ങനെ ക്യാൻസറിന് ടെസ്റ്റ് ചെയ്തു. അന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ട അന്ന് തിങ്കളാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച രാത്രിയിൽ ഞാനിങ്ങനെ ടേബിളിൽ രാത്രി 1:30 ആയപ്പോൾ മാതാവിൻ്റെ ആ ഒരു രൂപം പോലെ എനിക്കിങ്ങനെ കാണാം. അപ്പം എനിക്ക് തോന്നിയാണോ എന്നോർത്തിട്ട് ഞാൻ എനിക്ക് ഫുൾ ഉറക്കമൊക്കെ പോയി. രാത്രി 1:30 ആയപ്പോൾ ഉറക്കമൊക്കെ പോയി. ഞാനിങ്ങനെ ചുമരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കാൻ തുടങ്ങി, എനിക്ക് തോന്നുകയാണോ നോക്കി ഓർത്തുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന പാടെ തന്നെ ഉണ്ട് ഒരു കുഞ്ഞിനെ എടുത്തിട്ട്, തീരെ കുഞ്ഞായിട്ടുള്ള ഇങ്ങനെ പിടിച്ചിട്ട് മലത്തിൽ പിടിച്ചിട്ടുകൊണ്ടുള്ള ഒരു രൂപം കൂടെ ഞാൻ കാണുന്നു. അപ്പോൾ എനിക്ക് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് ആരും വിളിക്കണമെന്നൊന്നും തോന്നിയില്ല. ഞാൻ അവിടെ തന്നെ കിടന്ന് സ്റ്റക്കായ പോലെ അവിടെ കിടന്നു. പെട്ടെന്ന് അതങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് രാവിലെ വെളുപ്പിന് മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റപ്പോൾ ഞാൻ രാജേഷേട്ടോട് പറഞ്ഞു ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല, ആരോടും പറയുമൊന്നും വേണ്ട, നമുക്കറിയത്തില്ലല്ലോ, ദൈവത്തിൻ്റെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞു. അപ്പോൾ രാജേഷേട്ടയ്ക്ക് ഒന്നും മനസ്സിലായില്ല, ഒന്നും എന്നോട് പറഞ്ഞില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കൃപാസനത്തിലേക്ക് വരണമെന്നുള്ള ഒരു ചിന്ത മാത്രമായി. നമ്മൾ ട്രെയിനിൽ നിന്നല്ല ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ ഓരോ ഇതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതിന് മുന്നേ ഞാൻ 1-2 പ്രാവശ്യം കൃപാസനത്തിൽ വരാൻ വേണ്ടി ബുക്ക് ചെയ്തതായിരുന്നു. എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ള ഒറ്റ ആ ഒരു ഇത് തന്നെയായി. എനിക്ക് പിന്നെ അസുഖത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ഇതേ വന്നിട്ടില്ല. അപ്പം അന്ന് പോയപ്പം ഈ യൂട്രസിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ പോയപ്പോൾ അന്ന് ക്യാൻസറിനുള്ള ടെസ്റ്റും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾ ഒന്നും നോക്കിയില്ല, പൈസ ഉണ്ടോ ഇല്ലേ ഒന്നും നോക്കാതെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ എന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു എന്നെ മാതാവ് വിളിക്കാൻ വേണ്ടി വന്നതാണ്, കൃപാസനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അത്ര അങ്ങനെ ഇതായിട്ട് പറഞ്ഞപ്പം സമ്മതിക്കാതിരുന്നിട്ടൊന്നുമില്ല, നമുക്കൊന്ന് പോയേക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് അന്ന് എനിക്ക് വരുമ്പം തന്നെ എൻ്റെ വായിൽ പുണ്ണുണ്ടായിരുന്നു. തീരെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിലായില്ല, ചെറിയായിട്ട് സ്റ്റാർട്ടിങ് ചെയ്തതേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ തൊട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം എനിക്ക് ഫുള്ളായിട്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മാതാവ് എനിക്കിത് മുഴുവൻ എനിക്ക് മാറ്റിത്തരണം, നാക്കിലൊന്നും വന്നു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ എനിക്ക് ഒന്നിനും പറ്റുമൊന്നുമില്ല. അത് കാരണം എനിക്ക് വായിൽ പുണ്ണ് എന്തായാലും മാതാവ് മാറ്റി തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി. ഞാൻ ഇവിടുന്ന് പോയപ്പം ഇവിടുന്ന് എന്നും ഉപ്പ് ഞാൻ കഴിക്കും, കാരണം എൻ്റെ വയറ്റിലും എല്ലാം പുണ്ണ അൾസറിൻ്റെ പ്രശ്നമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നുകൊണ്ട് ഞാൻ എന്നും ഉപ്പ് കഴിക്കുകയും ചെയ്യും. നെറ്റിയിൽ കുരിശും വരക്കും, വയറിൽ
തൈലവും പൂശും. യൂട്രസിൻ്റെ പ്രശ്നമുള്ളത് കാരണം വയറിൽ ഞാൻ തൈലവും പൂശി അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഇവിടുന്ന് വന്ന് ആ വായിൽ പുണ്ണ് പോലും എനിക്ക് പിന്നെ കൂടുതലായി വന്നിട്ടുമില്ല. എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം വരുത്താത്ത രീതിയിൽ മാതാവ് ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നെ കൊണ്ടുപോയി. ഒരു പ്രശ്നവും എനിക്ക് വായിലല്ല ചെറിയൊരു മുറിവ് വന്നാൽ പോലും എനിക്ക് എന്താ പറയുക അത്രയും വലിയ പ്രശ്നമായിട്ട് മാറും. ആ നാക്കിലാണെങ്കിൽ നാക്ക് സൈഡ് മുഴുവൻ പഴുത്ത് ഒരു ഭീകരാവസ്ഥയിൽ തന്നെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. രാത്രിയിലാണെങ്കിലും വായിലിങ്ങനെ വെള്ളം വന്ന് ഉറക്കമില്ല. രാത്രി ഞാൻ ഉപ്പ് വെള്ളമൊക്കെ കൊണ്ടിട്ട് ആകുമ്പം ജീവൻ പോകുന്ന പോലത്തെ ഒരു വേദനയാണ്. അപ്പം ഞാൻ ബൈബിളും അതുപോലെ കൊന്തയും പിടിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഈ ചിലവർ പറയും എന്ന് കേൾക്കാം, പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉറക്കം വരും, സാത്താന്മാർ കയറി വരും എന്നൊക്കെ പറയുന്ന കാരണം അങ്ങനെ സാത്താനെങ്കിലും കയറി വരട്ടെ എന്ന് ഓർത്തണം. എനിക്ക് എങ്ങനെയും ഉറങ്ങണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ഈ നന്മ നിറഞ്ഞു എത്രയും തേള്ള മാതാവി ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് കിടക്കും. അങ്ങനെ ചൊല്ലിക്കൊണ്ട് അങ്ങനെ കിടന്ന് അത്ര ഒരു ഭീകരതാവസ്ഥയിലായത് കാരണം അങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലി ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ തന്നെ അങ്ങനെ ഉറങ്ങിപ്പോന്നി ആ ഒരു ഇത് വരാൻ തുടങ്ങി. അപ്പം ഞാൻ പിന്നെ എല്ലാ ദിവസവും ആ ഒരു രീതി തന്നെ അങ്ങോട്ട് തുടങ്ങി. അപ്പം ഈ ഇപ്പം 6 മാസമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വായിൽ ചെറിയ പല്ല് തട്ടിയിട്ടൊക്കെ മുറിവ് വന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. എനിക്കൊരു പഴുക്കോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 6 മാസമായിട്ട് എനിക്കിപ്പോൾ ഒരു വായിൽ പുണ്ണോ കാര്യങ്ങളോ എനിക്കൊരു പ്രശ്നവും ഇല്ല. എൻ്റെ യൂട്രസിലെ പ്രശ്നമാണെങ്കിലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട, യൂട്രസിലെ മുഴയുടെ ഒരു പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമുള്ള സ്ഥലത്ത് ഒരു ഇതും ഇല്ല. ആ മുഴയുടെ ഇതൊക്കെ അങ്ങ് നീങ്ങിപ്പോയിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ എൻ്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. എനിക്കതുകൊണ്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ 15 വർഷമായിട്ട് ഞാൻ കണ്ണട ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ ഒരു ദിവസം രാത്രിയിൽ കുരിശ് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പം എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അത്ര ഇതാക്കിയിട്ടില്ല. എനിക്ക് കണ്ണിന് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ചെറുതായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു പുറത്ത് പോയി നോക്കെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് കണ്ണട മാറ്റി നോക്കാൻ എന്നോട് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു മനസ്സിൽ തോന്നൽ വരുന്നു. അപ്പം ഞാൻ കണ്ണട മാറ്റിയിട്ട് പുറത്ത് പോയി നോക്കുമ്പോൾ എനിക്ക് ദൂരക്കാഴ്ചയായിരുന്നു ഇല്ലാതിരുന്നത്. ഞാൻ റോഡിലും അങ്ങോട്ടും നോക്കുമ്പോഴത്തേനും എനിക്ക് നല്ല രീതിയിൽ കാണാനും പറ്റുന്നതും ഞാൻ കണ്ണട മാറ്റി വീടിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് ഫുൾ എനിക്ക് നേരത്തെ ഒന്നും കാണത്തില്ലാത്ത ആ ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഞാൻ നോക്കി ഫുൾ എനിക്ക് ക്ലിയറായിട്ട് കാണാം. അങ്ങനെ ഞാൻ നിയോഗത്തിലോ ഒന്നിൽ വെക്കാത്ത രീതിയിൽ തന്നെ മാതാവ് എന്നെ അങ്ങനെ ഒരു അനുഗ്രഹം തന്ന് അനുഗ്രഹിച്ചു. പിന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നം 3-4 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എപ്പോഴും തലവേദന. ഈ പാരസിറ്റമോൾ കഴിച്ച് വല്ലാത്തൊരവസ്ഥ. എനിക്ക് യാത്ര ചെയ്യത്തില്ല, ഒരു വെയിലോ അങ്ങനെ ഒന്നും തട്ടത്തില്ല, എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു മൈഗ്രെയിൻ്റെ ഇതുള്ളതുകൊണ്ട്. അപ്പം ഈ ഉടമ്പടി തൈലവും എന്ന് ഞാനിങ്ങനെ നെറ്റിയെ പുരട്ടുമായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഉടമ്പടി തൈലം നെറ്റിയെ പുരട്ടും, കഴിക്കുകയും ചെയ്യും. ഞാൻ പറയും ഉള്ളിലത്തെ എല്ലാ അസുഖങ്ങളും കുറയട്ടെ, അതുകൊണ്ട് ഞാൻ എന്നും ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ കഴിക്കും. അങ്ങനെ എനിക്ക് വെരിക്കോസിൻ്റെ പ്രശ്നവും മൈഗ്രെയിൻ്റെ പ്രശ്നവും ഇതെല്ലാം എനിക്ക് മാതാവ് മാറ്റിത്തന്നു. ഇച്ചിരി ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുകയും ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും രോഗികൾക്ക് പൈസയായിട്ടും അതുപോലെ വീട് പണിയാൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കലുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഇവിടുന്ന് പോകുമ്പം തന്നെ ട്രെയിനിൽ പറ്റുന്നവർക്കൊക്കെ കൊടുക്കും. അതല്ലാതെ നാട്ടിൽ അവിടുന്ന് വീടുകൾ തോറും ഇറങ്ങി കൊടുക്കും. അല്ല കാണുന്നവർക്കും എല്ലാവർക്കും ഞാനങ്ങ് കൊടുക്കും. പിന്നെ ഈ ഡെയിലി ബ്രെഡ് ദിവസവും കാണുമായിരുന്നു. അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യലുണ്ട്, സ്റ്റാറ്റസ് ഇടലുണ്ട്. അതുപോലെ അച്ഛൻ്റെ ധ്യാനം ചില ചൊവ്വാഴ്ചകളിൽ കൂടാൻ പറ്റിയില്ലെങ്കിലും ഞാനത് അന്നേരം പിറ്റേ ദിവസമായാലും
ആ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും അത് കൂടിയത് തീർക്കാറുണ്ട്. പിന്നെ ഉപവാസം എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഉപവസിക്കലുണ്ട്. ഇങ്ങനെ പല ബുദ്ധിമുട്ടുള്ള കാരണം മരുന്നൊക്കെ ഇടയ്ക്ക് കഴിക്കുന്ന കാരണം ഞാൻ ഉപവാസം നല്ലപോലെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉപവസിക്കലുണ്ട്. ബൈബിൾ വായന എനിക്കങ്ങനെ നിശ്ചിത സമയം അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ അടുത്ത് വായിക്കും. ജപമാലയാണെങ്കിലും എനിക്ക് തോന്നുന്ന സമയത്ത് എല്ലാം ഞാൻ ചൊല്ലും. യാത്രയിലാണെങ്കിലും വിശ്വാസ പ്രമാണം ഞാൻ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാനൊക്കെ പോകുകയും വരുമോ എല്ലാം ചെയ്യുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ വരും. അതുപോലെ എനിക്ക് കഴിഞ്ഞ 3 മാസമായിട്ട് കഴുത്തിന് ചെറിയ വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ഈ ഉടമ്പടി തൈലം ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ഒരു അനുഗ്രഹം മാതാവ്, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ ഒരു പേടിയില്ല. നല്ലൊരു ധൈര്യം, മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരൊറ്റ ധൈര്യം, ഈശോയി മാതാവ് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും. എത്ര പ്രശ്നം വന്നാലും എനിക്ക് നല്ലൊരു ധൈര്യം തോന്നുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം എൻ്റെ തിരിയിൽ മാതാവിൻ്റെ രൂപം പൊങ്ങി വരുവും, അതുപോലെ ആ തീ നാളത്തിനകത്ത് മാതാവിൻ്റെ ആ ഒരു നിഴൽ പോലെ കാണുകയും അതിൻ്റെ നടുക്കൊരു ചെറിയൊരു വെള്ളവെട്ടം പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ കൂടുതലും പ്രാധാന്യം കൊടുത്തത് മെഴുകിനകത്ത് മാതാവിൻ്റെ രൂപം ഇങ്ങനെ പൊങ്ങി വരുന്നതായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചതിനകത്തുനിന്ന് ഒരു ഓസ്തി പോലെ ഇതാവുകയും ആ വെള്ളവെട്ടത്തിൻ്റെ നടുക്കൂടെ ചുറ്റിനും ഒരു റെഡ് കളർ വരെ ഫോട്ടോയിൽ തന്നെ ഇതായി മാറി. പെട്ടെന്ന് എനിക്ക് ആകെ ടെൻഷനായി. അപ്പം ഞാൻ എല്ലാവരെയും ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോയിൽ തന്നെ ആയത് കാരണം ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒത്തിരി തിരിയിലും മാതാവിൻ്റെ രൂപവും മാതാവ് ഉണ്ണീശോനെ എടുത്തിരിക്കുന്ന ആ രൂപവും അങ്ങനെ മഴവില്ല് പോലെ അങ്ങനെ പല രീതിയിൽ ഇപ്പം ഞാൻ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ് കളർ പോലെ എൻ്റെ തിരിയിൽ എപ്പോഴും തന്നെ കാണുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും മാതാവ് എനിക്ക് തന്നു. ഇതെല്ലാം ചെയ്ത മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ഇത് ഞാൻ കൊണ്ടുവന്ന എൻ്റെ വീട്ടിലായ തിരിയുടെ ഇതായത് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ജെറമിയ 17:14 കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അഞ്ജു രാജേഷ് എന്ന ഈ മകൾ തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സൗഖ്യാനുഭവങ്ങളെയാണ് അമ്മയുടെ തിരുവൾത്താരയിൽ സന്തോഷത്തോടും നന്ദിയോടും കൂടി സമർപ്പിക്കുന്നത്. മകൾ ആദ്യം സൂചിപ്പിച്ചു തുടങ്ങിയത് വായിലുണ്ടാവുന്ന പുണ്ണുകളെക്കുറിച്ചാണ്. 3ഉം 4ഉം കുരുക്കൾ വലുതായി വരികയും സംസാരിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും പറ്റാത്ത വിധം ഏറെ വേദനയും ഏറെ ക്ലേശകരമായ ജീവിത സാഹചര്യങ്ങളും രാവും പകലും മകൾക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്ന നാളുകളെക്കുറിച്ചാണ് മകൾ ആദ്യം നമ്മോട് സൂചിപ്പിച്ചത്. ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ചതിലൂടെ മകൾക്ക് ലഭിച്ച പൂർണ്ണമായ സൗഖ്യത്തെയും ഈ 6 മാസമായി പിന്നീട് യാതൊരു ക്ലേശവും അതിൻ്റെ അനുഭവിക്കാതെ മരുന്നും ലേപനവും ഉപയോഗിച്ച് സൗഖ്യപ്പെടാതിരുന്നത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മകൾക്ക് ലഭിച്ച പൂർണ്ണ സൗഖ്യത്തെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത് മകൾക്കുണ്ടായിരുന്ന യൂട്രസിലെ മുഴകളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അതോടൊപ്പം ബ്ലാഡർ സംബന്ധമായ രോഗത്തെക്കുറിച്ചും യൂറിൻ മുഴുവൻ പോകാതിരുന്ന ശാരീരികമായ ക്ലേശത്തെക്കുറിച്ചും ഒക്കെ മകൾ രണ്ടാമത്തെ സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതും ഉടമ്പടി നേർച്ച വസ്തുക്കൾ നിരന്തരം ഉപയോഗിച്ചതിലൂടെ ഓപ്പറേഷനൊന്നും കൂടാതെ തന്നെ മകൾക്ക് അവ ചുരുങ്ങുകയും സൗഖ്യം ലഭിക്കുകയും ശാരീരികമായ ക്ലേശങ്ങളിൽ നിന്ന് മകൾക്ക് ലഭിച്ച സൗഖ്യത്തെയും സന്തോഷത്തെയുമാണ് മകൾ രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത്. മൂന്നാമത് മകൾ കണ്ണിൻ്റെ കാഴ്ച സംബന്ധിച്ച വിഷയമാണ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. അത് ദീർഘദൃഷ്ടി ഇല്ലായിരുന്നുവെന്നും ദൂരക്കാഴ്ചയില്ലാതെ ക്ലേശിച്ച് കണ്ണട ഉപയോഗിച്ചിരുന്ന മകള് ഇവിടെ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി പുതുക്കി പുറത്തേക്കിറങ്ങുമ്പോൾ കണ്ണട മാറ്റുവാൻ വേണ്ടി ഒരു സന്ദേശം ലഭിക്കുകയും അതിന് പ്രകാരം അമ്മ മാതാവ് നൽകിയ സന്ദേശമായി എടുത്തുകൊണ്ട് കണ്ണട ഊരി മാറ്റി 2 വർഷത്തേക്കും നോക്കുമ്പോൾ ദൂരക്കാഴ്ച മകൾക്ക് നന്നായി ലഭിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്.
അതുപോലെ തന്നെ മൈഗ്രെയിൻ്റെയും വെരിക്കോസിൻ്റെയും രോഗാവസ്ഥകൾക്ക് മകൾക്ക് ലഭിച്ച ആശ്വാസത്തെയും സൗഖ്യത്തെയും മകൾ സാക്ഷ്യപ്പെടുത്തി. ഒന്നിനു പുറകെ ഒന്നായി ശരീരത്തിൻ്റെ വിവിധ രോഗാവസ്ഥകൾക്ക് ഓരോ സമയത്തും അമ്മ മാതാവ് നൽകിയ സംരക്ഷണം, സൗഖ്യം, ശാന്തത, സാധാരണ ജീവിതം നയിക്കുവാൻ വേണ്ടി നൽകിയ എല്ലാ നന്മകളെയുമാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, കാസർഗോഡ് നിന്നും അമ്മ മാതാവിൻ്റെ തിരുനട വരെ പ്രത്യാശയോടെ ഓരോ തവണയും പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ അമ്മ മാതാവ് ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കുകയും കൂടുതൽ സംരക്ഷണവും സഹായവും നൽകി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സഹായിക്കുകയും ചെയ്യുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മൾ അമ്മ മാതാവിലൂടെ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്ന പദ്ധതിയാണ്. പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ട് വിശ്വാസത്തെ സാധൂകരിക്കുകയും വിശ്വസ്തതയുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തിനു മുമ്പിൽ നമ്മുടെ ജീവിതം കൃപയുള്ളതാകുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ യോഗ്യതയുള്ളതാണെന്ന് നാം ദൈവത്തിനു മുമ്പിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കുന്ന പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണിത്. അതുകൊണ്ടാണ് ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണെന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ദൈവനാമത്തെ പ്രതി ഞാൻ ഉപേക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും, അപ്പോൾ ദൈവം ഏതൊക്കെ മേഖലകളിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും എന്നെ സഹായിക്കുകയും വേണമെന്ന് പരസ്പരം നമ്മൾ പുലർത്തുന്ന ഒരു എഗ്രിമെൻ്റാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് കവനൻ്റ് പ്രേയറിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, വിശുദ്ധിയുള്ള ജീവിതം, വിശ്വാസമുള്ള ജീവിതം, വിശ്വസ്തതയുള്ള ജീവിതം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സുവിശേഷത്തെ കൈമാറുന്ന ജീവിതം നമ്മളിൽ നിന്നും നിർബന്ധമായും ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ തന്നെ കൂടുതൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് എളിമപ്പെടുത്തിക്കൊണ്ട് ദൈവകൃപ നേടുവാൻ തക്കവിധം നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നിരന്തരം ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് ദൈവമഹത്വത്തിനായി സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും എണ്ണിയാൽ തീരാത്ത വിധം നന്ദി അർപ്പിക്കുന്നു. ഈശോയ്ക്ക് എന്നും എപ്പോഴും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഡെന്നി റോസ് അഗസ്റ്റിൻ. ഞാൻ പാലാ പൂവത്തോട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു BSc നഴ്സാണ്. ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് 2024 ഒക്ടോബർ 3-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി ഉണ്ടായ കാരണം 3.5 വർഷമായിട്ട് എനിക്കുണ്ടായ ജോലി തടസ്സവും അതുമൂലമുണ്ടായ മാനസികമായ ബുദ്ധിമുട്ടുകളുമാണ്. ഞാൻ 2020 നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം OET ദൈവാനുഗ്രഹത്താൽ പാസ്സായി. എനിക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയത്. എനിക്ക് UK പോകാനായിരുന്നു ആഗ്രഹം. എൻ്റെ ചേച്ചിയും UK ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. തുടർന്ന് എഴുതാനുള്ള പൈസ ചെലവ് കൊണ്ടും OET നല്ല പാടായിരുന്നതുകൊണ്ടും ഞാൻ അയർലൻഡ് പ്രോസസ്സിങ്ങുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് നല്ല ഡിലേ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം ഈശോയുടെ അനുഗ്രഹത്താൽ കംപ്ലീറ്റ് ആയി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി നോക്കി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വേക്കൻസീസ് എല്ലാം വളരെ കുറവാണ്, അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് ഇല്ലയെന്ന് തന്നെ വേണേൽ പറയാം. അങ്ങനെ ഞാൻ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ഏജൻസികളെയും വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്ന ഏജൻസി നഴ്സിംഗ് ഹോമിലേക്കായിരുന്നു മെയിനായിട്ടും കൊണ്ടുപോകൊണ്ടിരുന്നത്. അങ്ങനെ പല ഏജൻസികളെ വിളിച്ചു. എല്ലായിടത്തു നിന്നും നോ എന്നുള്ളൊരു ഉത്തരവാണ് കിട്ടുന്നത്. അങ്ങനെ എന്നാലും പ്രതീക്ഷ ഞാൻ കൈവിടിഞ്ഞില്ല. ഞാൻ പ്രത്യേക സാഹചര്യം കൊണ്ട് റിസൈൻ ചെയ്ത് ഞാൻ വീട്ടിൽ വന്നു. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അയർലൻഡിൽ പോകാൻ പറ്റുമെന്ന്. പക്ഷേ കുറേയൊക്കെ അന്വേഷിച്ചിട്ട് നോക്കിയിട്ടൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈയും ഇല്ല. അങ്ങനെ ഇരിക്കെ ഒരു ഏജൻസീനെ വിളിച്ചപ്പോൾ അവർ പറയാനിടയായി, ഇനിയിപ്പോൾ ഇൻ കേസ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുവാണെങ്കിൽ തന്നെയും അയർലൻഡ് പോയി കഴിയുമ്പോൾ എൻ്റെ OET വാലിഡ് ആയിരിക്കണം. അപ്പോഴേക്കും എൻ്റെ OETയുടെ വാലിഡിറ്റി ഇനി 2 മാസവും കൂടെ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തിയായിരുന്നു. അപ്പോൾ എങ്ങനെ പോയാലും എനിക്ക് OET ഇനി ഒന്നുകൂടെ എഴുതണം. അതുവരെ ഇനി ഒരു OET എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ഒന്നുകൂടെ OET പരീക്ഷ എഴുതി. ഈശോയും മാതാവ് അനുഗ്രഹിച്ച് UK സ്കോറോട് കൂടിയാണ് എനിക്ക് പാസ്സാക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി അയർലൻഡ് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ UK പ്രോസസ്സിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് നോക്കിയപ്പോൾ എനിക്ക് അവിടെയും ഒരു രക്ഷയില്ല. എൻ്റെ ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് അവിടെ ഒരു പ്രശ്നമായി.
അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഗ്യാപ്പ് കൂടാതിരിക്കാൻ ഞാൻ വോളണ്ടറി സ്റ്റാഫായിട്ട് ശമ്പളം ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയായിരുന്നു. നല്ല രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ UK ഇൻ്റർവ്യൂവിന് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട്, ഹരിത എന്നാണ് പേര്, ഹിന്ദുവാണ്. ആളെനിക്ക് ഒരു സാക്ഷ്യം അയച്ചു തന്നു. അത് എൻ്റെ കൂടെ പഠിച്ച മറ്റൊരാളുടെ സാക്ഷ്യമാണ്. ആൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുറത്തേക്ക് പോകാനായിട്ട് പറ്റി. അപ്പോൾ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും. ആളുടെ പേര് ജോസ്മിൻ എന്നാണ്. അപ്പോൾ ഈ രണ്ട് വ്യക്തിയിലൂടെയാണ് കൃപാസന മാതാവിനെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റിയത്. പക്ഷെ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം ഞാൻ മറ്റു പല പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഒരു രക്ഷയില്ല. എൻ്റെ മാനസികമായ നില വല്ലാതെ ഒരു അവസ്ഥയിലായി. ഞാൻ ഒത്തിരി തകർന്നു. അപ്പോൾ ഒരു ബിഗ് സീറോ എന്നൊരു അവസ്ഥയിലായി ഞാൻ. അങ്ങനെ ഞാൻ 2024 ഒക്ടോബർ 3 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പുതിയ പാത്വേ, അതായത് UK പോയി വിസിറ്റിംഗ് വിസയിൽ പോയി ഓസ്കി പരീക്ഷ എഴുതുന്ന ഒരു പുതിയൊരു പാത്വേ ഒരു ഏജൻസി നടത്തുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതിനെല്ലാം നല്ല ചിലവുണ്ട്. എങ്കിലും എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയും സാമ്പത്തികമായ നല്ല ബുദ്ധിമുട്ട് വീട്ടിലുള്ളത് കൊണ്ടും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഇതിനൊരു സപ്പോർട്ട് തന്നു. അങ്ങനെ ഞാനാണെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ പോയി ഓസ്കി പരീക്ഷ എഴുതാൻ ആ ഒരു ഇത് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാണ് സാധാരണ അവിടെ ചെന്ന് ഓസ്കി പരീക്ഷ എഴുതുന്നത്. ഇത് ഓസ്കി പരീക്ഷ അവിടെ ചെന്ന് എഴുതി അപ്പോൾ നമുക്ക് അവിടുത്തെ NMC രജിസ്ട്രേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ മുൻഗണനയായിരിക്കും ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആകാൻ. അങ്ങനെ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോയി. പൈസ എല്ലാം പെട്ടെന്ന് തന്നെ പല വ്യക്തികളിലൂടെയും ഈശോയും മാതാവും ഒരുക്കി തന്നു. അപ്പോഴൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് കൃപാസന മാതാവാണ് എനിക്കിതെല്ലാം ചെയ്തു തരുന്നതെന്ന്. കാരണം ഒരു നോർമൽ പ്രോസസ്സ് പോലെയാണ് ഇതെല്ലാം പോയത്. പിന്നെ വിസയുടെ കാര്യങ്ങളായാലും അതിന് വേണ്ടിയിട്ടുള്ള പൈസയുടെ കാര്യങ്ങളായാലും എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി. അങ്ങനെ ഞാൻ വിസയുടെ അപ്പോയിൻമെൻറ്റിന് പോയപ്പം അവിടെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പാസ്പോർട്ടിൻ്റെ അകത്തും ഉപ്പിട്ട് ഞാൻ അയച്ചിരുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് തന്നെ വിസ അടിച്ച് കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എനിക്ക് പ്രയോറിറ്റി വിസയാണ് വെച്ചിരുന്നത്. 3 ദിവസം കൊണ്ട് വിസ എനിക്ക് അടിച്ചു കിട്ടി. ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി നന്ദി. അങ്ങനെ ഞാൻ UK പോയി. ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം ഡിസംബർ 7 UK പോകുന്നത്. അവിടുത്തെ ഒരാഴ്ചത്തെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഓസ്കി പരീക്ഷ അറ്റൻഡ് ചെയ്തു. 17 എൻ്റെ റിസൾട്ട് വന്നു. എന്നെ അത്ഭുതകരമായിട്ട് ഈശോയും മാതാവും അവിടെ പാസ്സാക്കി. അതിൻ്റെ അകത്ത് ഒരു 2 സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഓസ്കി എക്സാമിൻ്റെ സമയത്ത് 2 സ്റ്റേഷൻ്റെ അകത്ത് മാതാവ് നടത്തിയ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്. എനിക്ക് ഒരു സ്റ്റേഷൻ്റെ അകത്ത് എഴുതാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എങ്ങനെയോ അത് വിട്ടുപോയി. പഠിക്കാനുള്ള സമയത്ത് വിട്ടുപോയി. എനിക്ക് എന്താ അവിടെ എഴുതേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മാനുഷികമായ ബുദ്ധിയിൽ അറിയത്തില്ല. ഓർത്തെടുക്കാനും എനിക്ക് അറിയത്തില്ല അത്. അപ്പോൾ അവസാന നിമിഷം സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷം ആരോ പറയുന്നത് പോലെ എൻ്റെ മനസ്സിൽ ആരോ പറയുകയാണ് ഈ ഉത്തരം എഴുതാൻ. അങ്ങനെ ഞാൻ ആ ഉത്തരം എഴുതി. സമയം നോക്കിയപ്പോഴേക്കും സമയമില്ല. അവിടെ എന്ത് അത്ഭുതം നടന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഇത് കണ്ട എക്സാമിനർ ഒത്തിരി സന്തോഷിച്ചു. അത് കഴിഞ്ഞ് വേറൊരു സ്റ്റേഷനിൽ എക്സാമിനർ എൻ്റെ ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ എന്നോട് വീണ്ടും ചോദിച്ച് ആ ഉത്തരം എൻ്റെ വായിൽ നിന്ന് വരുന്നിടം വരെ എന്നോട് ചോദിച്ച് അങ്ങനെ നല്ലൊരു എക്സാമിനറെ എനിക്ക് കിട്ടി. ഞാൻ അവിടെയും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആരും കാണാതെ തൊട്ട് മേളിൽ തന്നെ ക്യാമറയുണ്ട്. അപ്പോൾ അറിയാത്ത രീതിയിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ 17 തീയതി ഡിസംബർ 17 2024 എൻ്റെ ഓസ്കിയുടെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. പിന്നീട് ഞാൻ അടുത്ത പ്രോസസ്സ്, അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ഞാൻ ഉടമ്പടി എനിക്ക് 1 മാസം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം പ്രാർത്ഥന മുടങ്ങി. പിന്നെ എനിക്കൊരു ചിന്തയായി, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എൻ്റെ ഉടമ്പടി അത് ശരിയായില്ല എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് UK തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോന്നു. ചേച്ചിയുടെ കൊച്ചിനെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം 6 മാസം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലാതെയായി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരോ പറയുന്ന പോലെ ഉണ്ട്. ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഉടമ്പടി ഉടുപ്പിയത് കാരണം ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകുന്നത്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ UK പ്രോസസ്സിങ്ങിൽ ഓസ്കി പരീക്ഷ കഴിഞ്ഞ് വെരിഫിക്കേഷൻ്റെ സമയത്ത് എൻ്റെ കർണാടക നഴ്സിംഗ് കൗൺസിലിംഗ് ഒന്ന് കൊടുത്ത ഒരു പേപ്പർ
അത് എക്സ്പയർ ആയി പോയായിരുന്നു. അത് വീണ്ടും ചെയ്യണമെന്നും പറഞ്ഞ് ഇങ്ങനെ വന്നു. അത് ഒരു തവണ ചെയ്തു, അത് ശരിയായില്ല. നല്ല രീതിയിൽ പൈസ കൊടുത്താണ് അത് ചെയ്തത്. നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് കൂടിയും അത് ഒന്നുകൂടെ അത്രയും തന്നെ പൈസ കൊടുത്ത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മാനസികമായി ഒത്തിരി തകർന്നു. എനിക്ക് മനസ്സിലായി ഉടമ്പടി ഉഴപ്പിയത് കൊണ്ട് എനിക്ക് വന്നതാണ് ഇതെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ ഒരു സമയത്ത് തന്നെ എന്നെ ആത്മീയമായി സഹായിച്ച ജോണിക്കുട്ടി എന്നൊരു ബ്രദറും പിന്നെ എൻ്റെ മമ്മിയുടെ ചേച്ചിയായ സൂസി എന്ന് പറഞ്ഞൊരു ആൻറ്റിയും എന്നെ ഒത്തിരിയേറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മീയമായി എന്നെ ഒത്തിരിയേറെ സഹായിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് ചൊല്ലി അങ്ങനെ മാർച്ച് 27-ാം തീയതി എനിക്ക് ആ കർണാടക നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള പേപ്പർ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ NMCയുടെ പിന്ന് കിട്ടി, രജിസ്ട്രേഷൻ കിട്ടി. അതും മാർച്ച് 17-ന് കർണാടക എന്നുള്ളത് കിട്ടി, 27-ന് എൻ്റെ NMCയുടെ പിന്ന് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇനിയുള്ളത് ഇൻ്റർവ്യൂ ആണ്. അതിന് വേണ്ടിയിട്ട് പല ട്രാക്ക് ജോബ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ ഞാൻ പല ഹോസ്പിറ്റലിലും അപ്ലൈ ചെയ്ത് തുടങ്ങി. ഞാൻ അപ്ലൈ ചെയ്ത് ആ ഒരു സമയത്തെല്ലാം ഞാൻ മാനസികമായി ഒത്തിരി തകർന്നു. കാരണം പല കുത്തുവാക്കുകളും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു ബാധ്യതയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ സൈഡിൽ നിന്ന് ഒരു രീതിയിലുള്ള ഹെൽപ്പും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ താഴെ എൻ്റെ അനിയനും എല്ലാം പഠിക്കുന്നുണ്ട്. ചേച്ചിക്ക് ഹൗസിംഗ് ലോണിന് അടയ്ക്കേണ്ട കാര്യങ്ങളും ചേച്ചിയുടെ ഫാമിലിയുടെ നോക്കേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു വല്ലാത്തൊരവസ്ഥയിൽ, എനിക്ക് അങ്ങോട്ടൊന്നില്ല ഇങ്ങോട്ടൊന്നില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എനിക്കൊരു വിദേശ ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു രീതിയിൽ എൻ്റെ അവസ്ഥയായി. ഞാൻ മുന്നോട്ട് പോയി എൻ്റെ മാനസികാവസ്ഥ വല്ലാതെ തകർന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ എൻ്റെ മനോനില തെറ്റുമെന്നുള്ളൊരു അവസ്ഥ വരെ എത്തി ഞാൻ. അത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല, അത്രയ്ക്കും മോശമായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് UK നിന്ന് വിസിറ്റിംഗ് വിസ കഴിഞ്ഞ് പോരുന്നതിന് മുന്നേ എനിക്കൊരു ഇൻ്റർവ്യൂ തരണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഞാൻ വീട്ടിൽ പോകത്തില്ല. കാരണം വീട്ടിൽ ചെന്നിട്ടുള്ള എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു മാസം ഉള്ളപ്പോൾ മെയ് 8-ാം തീയതി എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള നോട്ടിഫിക്കേഷൻ വരുവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈശോയും മാതാവ് അനുഗ്രഹിച്ചത് മാത്രമാണ്. അങ്ങനെ മെയ് 23-ാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂവിനാണെങ്കിലും എനിക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു. ഞാൻ ചെന്ന് വേറൊരു വഴിയായിരുന്നു. അവിടെ ഞാൻ ഒരു ഡെഡ് എൻഡിൽ ചെന്ന് നിൽക്കുകയാണ്. മുന്നോട്ട് എന്താ വഴിയെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെയെല്ലാം ഒത്തിരി തടസ്സങ്ങൾ ഇൻ്റർവ്യൂവിന് മുന്നേ ഉണ്ടായിരുന്നെങ്കിലും ഇൻ്റർവ്യൂവിന് അമ്മ എന്നെ കൂളാക്കി. ഞാൻ അവിടെ അവർ കാണാതെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. വിചാരിച്ചതിലൊക്കെ നന്നായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ എൻ്റെ റിസൾട്ട് വരുന്നത് 27-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് UK പോകാൻ പറ്റിയത് ഡിസംബർ 7-ാം തീയതിയാണ്. എനിക്ക് ഓസ്കിയുടെ റിസൾട്ട് വന്നത് 17-ാം തീയതിയാണ്. പിന്നെ എൻ്റെ കർണാടകയിൽ നിന്നുള്ള പേപ്പർ കിട്ടിയത് ഒരു 17-ാം തീയതിയാണ്. എൻ്റെ NMCയുടെ പിന്ന് കിട്ടിയത് ഒരു 27-ാം തീയതിയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കിയപ്പോൾ ഇതിലെല്ലാം ഒരു കണക്ഷനുണ്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമായ 7 ആ എല്ലാ ഡേറ്റിലും ഉണ്ട്. അപ്പോൾ 27-ാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, എനിക്ക് ഒത്തിരി സന്തോഷമായി, ഇത് എനിക്ക് തന്നെ ഉള്ളതാണെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ 27-ാം തീയതി വന്നു. എനിക്ക് അവരെന്നെ വിളിച്ച് പറയുകയാണ് എനിക്ക് ഇൻ്റർവ്യൂ സെലക്ഷനായി, ഞാൻ അവിടെ പാസ്സായി എന്ന്. അങ്ങനെ ആ ഒരു പോസ്റ്റ് എനിക്ക് കിട്ടുവാണ്. അങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകുന്ന കുറച്ച് നാളും കൂടെ UK ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിവിടെ തിരിച്ചു വന്നിട്ട് വീണ്ടും കുറച്ച് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് കുറച്ച് ഡിലേ പിന്നെയും വന്നു. അപ്പോഴേക്കും പിന്നെയും ഞാൻ മാനസികമായ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇനിയും ഡിലേ ആക്കാതെ ഒറ്റയ്ക്കെങ്കിലും വരാമെന്ന് കരുതി ഞാൻ തീരുമാനിച്ചപ്പം എൻ്റെ മമ്മിക്കും വരാനുള്ള രീതിയിലുള്ള സൗകര്യങ്ങളും ഈശോയും മാതാവും ഒരുക്കി. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയി. ഉടമ്പടി പുതുക്കി ഞാനിവിടെ എന്ത് കാരണത്താലാണോ വന്നത്, അത് ഒരു മാനസികമായ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് അവിടെ ഇരിക്കുന്ന ബ്ലെസ് ചെയ്യുന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അന്ന് തൊട്ട് എനിക്കുണ്ടായിരുന്ന മാനസികമായ ബുദ്ധിമുട്ട്, വീട്ടിൽ 4 പേരുണ്ട്. വീട്ടിൽ ഞാനാണോ ഒന്നിനും പഠിക്കാനൊക്കെ പുറകോട്ടും എല്ലാം ആയിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു അതെല്ലാം. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ വീട്ടുകാർ കാരണമാണ് ഞാൻ ഇങ്ങനെയായി പോയത്. എനിക്ക് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക, എല്ലാവരും എന്നെ താഴ്ത്തുക. അപ്പോൾ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ആശീർവാദം കിട്ടി ഞാൻ പോയതിന് ശേഷം എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണുള്ളത്.
അപ്പോൾ ഞാൻ കരഞ്ഞിട്ടോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ എൻ്റെ ദാഹം കൂടുകയുള്ളൂ. അപ്പോൾ ഞാനത് മനസ്സിലാക്കി. എനിക്ക് എന്തോ ഒരു മാറ്റം എനിക്ക് സംഭവിച്ചു. അത് കൃപാസന അമ്മമാതാവ് വഴിയാണ് സംഭവിച്ചത്. അങ്ങനെ മുന്നോട്ട് പോയി. എൻ്റെ ഓരോ പേപ്പേഴ്സൊക്കെ ചിലതൊക്കെ ഡിലേ ആകുന്നുണ്ടായിരുന്നു. പക്ഷേ മാതാവ് അതെല്ലാം കറക്റ്റ് 17/7 എന്നൊക്കെയുള്ള തീയതികളിൽ എനിക്ക് കറക്റ്റ് അത് കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു. എൻ്റെ COS വന്നത് ഡിലേ ആയെങ്കിലും അത് കറക്റ്റ് മാതാവ് കൊണ്ടുവന്ന് തന്നത് ജൂലൈ 7-ാം തീയതിയാണ്. എൻ്റെ വിസ അപ്ലൈ ചെയ്തത് ഞാൻ ഓഗസ്റ്റ് 4-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തും പാസ്പോർട്ടിൻ്റെ അകത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വിസ ഓഫീസിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു വർക്ക് വിസയല്ലേ, പെട്ടെന്ന് കിട്ടും, ഒരു കുഴപ്പമില്ലാതെ കിട്ടും. അപ്പോൾ എനിക്ക് അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഇതെനിക്ക് ഈശോയും മാതാവും തന്ന ജോലിയാണ്. അപ്പോൾ ഇവിടെ ഈശോ മഹത്വപ്പെടണമെങ്കിൽ മാതാവേ ഇത് എത്രയും പെട്ടെന്ന് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ സ്റ്റാൻഡേർഡ് വിസയാണ് അപ്ലൈ ചെയ്തത്. 2 ആഴ്ചയെങ്കിലും എടുക്കും. ഞാൻ ഓഗസ്റ്റ് 4-ാം തീയതി അപ്ലൈ ചെയ്തത്. എനിക്ക് 7-ാം തീയതി വിസ തന്ന് മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇതാണ് ഇനി ഞാൻ ഈ 29-ാം തീയതി വെള്ളിയാഴ്ച ഞാൻ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. ഇനി എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും കുഞ്ഞുനാൾ മുതൽ ഈശോയോട് എനിക്ക് ഒത്തിരി അടുപ്പമുണ്ട്, ഒത്തിരി സ്നേഹമാണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെ അങ്ങ് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിട്ട് പോകുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട്, എനിക്കൊരു നല്ല സമർപ്പണമില്ല. അതെല്ലാം എനിക്ക് മനസ്സിലായത് ഉടമ്പടി വഴിയാണ്. എന്നെ സ്പർശിച്ച 2 വചനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാൽ വീഴുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ആ വചനം എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. അത് വളരെ സത്യമായ വചനമാണ് എൻ്റെ കാര്യത്തിൽ. പിന്നെ ഒരു വചനം, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് നൽകപ്പെടും. അതും എൻ്റെ കാര്യത്തിൽ സത്യമാണ്. ഞാൻ എപ്പോഴെല്ലാം ദൈവത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുണ്ടോ ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, ആദ്യമൊക്കെ എനിക്ക് പൈസ കുറവായത് കാരണം എൻ്റെ കയ്യിലുള്ളതുപോലെ എന്നെ കണ്ടുമുട്ടുന്നവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് 2ാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഒരു വൃദ്ധസദനത്തിൽ പോയി അവിടെ അമ്മമാരോട് സംസാരിക്കുകയും പിന്നെ ഒരു നേഴ്സ് ആയതുകൊണ്ട് കൂടുതൽ ശുശ്രൂഷ ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം. അതിന് എനിക്ക് സാധിച്ചു. അങ്ങനെ ഈശോയെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ പത്രം കൊണ്ടേ കൊടുത്തത് ജസ്റ്റ് വിശ്വാസപ്രമാണം ചൊല്ലി കൊടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 2ാമത്തെ തവണ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങി. ഞാൻ പാലാ ടൗണിൽ ഓരോ കടകളിലും ഇറങ്ങി അങ്ങനെയാണ് കൊടുത്തിരുന്നത്. പിന്നെ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഈശോ ഇന്നും ജീവിക്കുന്നു. ഈശോയാണ് ഏകരക്ഷകൻ. യെശയ്യായുടെ പുസ്തകം 12-ാം അധ്യായം 3 മുതൽ 5 വരെ തിരുവചനങ്ങൾ. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഡെന്നി റോസ് അഗസ്റ്റിൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവിക ഇടപെടലുകളെയും പരിശുദ്ധമ്മയുടെ നിരന്തരമായ സംരക്ഷണത്തെയും നന്ദിപൂർവം അമ്മയുടെ തിരുവെളുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. മകൾ പറയുന്നുണ്ട്, പുറത്ത് പോകുന്നതിന് വേണ്ടി 3.5 വർഷം കാത്തിരുന്ന യാതൊരു തരത്തിലും പുറത്തേക്ക് പോകുവാനുള്ള ഒരു വഴിയും തുറക്കാതിരുന്നപ്പോഴാണ് 2 വ്യക്തികളിലൂടെ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും അമ്മയുടെ തിരുസന്നിധാനത്തിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുവാനായി ഇവിടെ എത്തുന്നതും. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഏതാണ്ട് OETയുടെ വാലിഡിറ്റിയൊക്കെ തീർന്നു. വീണ്ടും അത് എഴുതേണ്ട അവസ്ഥ വന്നു. ആദ്യം തന്നെ ഏറെ ക്ലേശത്തിൽ എഴുതിയെടുത്ത ഒരു പരീക്ഷയായിരുന്നു. എങ്കിലും അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ തൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അത് എഴുതിയെടുക്കുവാനും UK വിസ അപ്ലൈ ചെയ്ത 3-ാം ദിവസം അത് ലഭിച്ച്
വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ അമ്മ മാതാവ് ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അതാണ് മകൾ ആദ്യം പങ്കുവച്ച സാക്ഷ്യം. അവിടെ കാര്യങ്ങളൊക്കെ മകൾക്ക് ക്രമീകരിച്ചു കൊടുത്തു. ഓസ്കി പരീക്ഷ അത് വിജയിക്കുന്നതിന് വേണ്ടി അവിടെ ചെല്ലുമ്പോഴും ആ പരീക്ഷയ്ക്കുണ്ടായിരുന്ന പ്രയാസങ്ങളിൽ അമ്മ മാതാവ് ദൂതരെ അയച്ചുകൊണ്ട് എങ്ങനെ എഴുതണമെന്നും പരീക്ഷ വിജയിക്കുവാൻ തക്ക വിധത്തിൽ ഒരു നല്ല എക്സാമിനറെ നൽകിക്കൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാക്കി കൊടുത്ത് മകൾക്ക് ആ പരീക്ഷ വിജയിച്ചെടുക്കുവാനുള്ള വഴികൾ ഒരുക്കി കൊടുത്തതിനെയും മകൾ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി. മകൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് 7 എന്ന അക്കമായിരുന്നു. അത് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട തീയതിയാണ്. എൻ്റെ ഓരോ പ്രോസസ്സും ഓരോ പരീക്ഷകളും എനിക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെയും കയ്യിൽ ലഭിച്ചിരുന്നത് ഈ 7 ചേർന്ന സംഖ്യയിലുമായിരുന്നു. അങ്ങനെ ഡിസംബർ 7-നാണ് ഞാൻ ഇവിടെ നിന്നും UK പോകുന്നത്. ഞാൻ അവിടെ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, എനിക്ക് റിസൾട്ട് വരുന്നത്, എല്ലാ കാര്യങ്ങളും 7 എന്ന അക്കത്തിൽ തന്നെ അമ്മ മാതാവ് ക്രമീകരിച്ചു തരുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അത് ഉടമ്പടിയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ്. ഒന്ന്, നമ്മുടെ ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തതയുള്ളവരും അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെടുന്നവരുമാണെങ്കിൽ നമ്മുടെ ഭാരങ്ങളെയൊക്കെ ലഘൂകരിച്ച് തരും. അതാണ് 3.5 വർഷം നടക്കാതിരുന്നത്. ഉടമ്പടി എടുത്ത് ചുരുക്ക ദിവസങ്ങൾ കൊണ്ട് ഓരോ കാര്യവും അമ്മ മാതാവ് മകൾക്ക് അനുകൂലമാക്കി കൊടുത്തതിനെ സൂചിപ്പിക്കുന്നത്. പരീക്ഷകൾ എഴുതുവാൻ ഏറെ പ്രയാസം നേരിട്ട മകൾക്ക് ദൈവദൂതരെ പോലെ അമ്മ മാതാവ് ഓരോ ഇടത്തും കൃത്യമായ വ്യക്തികളെ ക്രമീകരിച്ച് കൊടുക്കുകയും ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി എഴുതുവാൻ പറ്റുന്ന വിധത്തിൽ ഓർമ്മയിലേക്ക് പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരികയും അങ്ങനെ പരീക്ഷകൾ വിജയിപ്പിച്ച് മകളെ സഹായിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്, അമ്മയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് അതുപോലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാകേണ്ടതിന് 7 എന്ന അക്കത്തിലുള്ള തീയതികളിൽ തന്നെ ഓരോ കാര്യവും ആവർത്തിച്ച് മകൾക്കത് ആ മുന്നോട്ടുള്ള ഗതി പോകുന്നതിന് യാതൊരു തടസ്സവുമില്ലാത്ത വിധത്തിൽ ഓരോ ഡോക്യുമെൻറ്റേഷനും ഓരോ ലൈസൻസുകളും മകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി. പിന്നീട് വീണ്ടും വർക്ക് വിസയ്ക്ക് വേണ്ടി പരിശ്രമിച്ച നാളുകളിലും മകൾ പറയുന്നുണ്ട്, ഇടയ്ക്ക് ഒരല്പമൊന്ന് ഉടമ്പടി ഉഴപ്പിയപ്പോൾ എൻ്റെ ആത്മീയ ജീവിതം ഒന്ന് മന്ദീഭവിച്ചപ്പോൾ അതനുസരിച്ച് എൻ്റെ അവിടെയുള്ള ഈ ജീവിതത്തിലും ക്ലേശങ്ങൾ വന്ന് ഭവിച്ചുവെന്ന ഉടമ്പടി എടുക്കുന്ന നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ അമ്മ മാതാവിലൂടെ ഈശോയോട് കറയറ്റൊരു ബന്ധത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഉടമ്പടി എടുക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടിയും വിശേഷബുദ്ധിയായി ജീവിക്കുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുക്കുന്നത്. അത് അലസമായും അലക്ഷ്യമായും ജീവിക്കുവാനുള്ളതല്ല. അത് ഉത്തരവാദിത്വത്തോടും ദൈവസ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ളതാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും നന്മകൾ കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തെ ഞാൻ ഉപേക്ഷിക്കുകയും എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ പരിശ്രമം കൊണ്ട് കിട്ടിയെന്ന് കരുതി ജീവിച്ചു തുടങ്ങുമ്പോൾ അതിലേറെ ക്ലേശങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും വന്നു വീഴുന്നത്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഏതൊരു അനുഗ്രഹത്തെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പങ്കുവയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും നമ്മളോട് ആവർത്തിച്ച് പറയും, നിങ്ങളുടെ കഴിവ് കൊണ്ട് നേടാനാവുന്നതൊന്നും നിങ്ങൾ നിയോഗങ്ങളായി എഴുതരുത്. സാധ്യതയുള്ള ഒരു വിഷയവും നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങളായി ആ നിയോഗ പത്രത്തിൽ എഴുതി വയ്ക്കരുത്. അസാധ്യമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത്, നേടാൻ പറ്റില്ലെന്ന് നിങ്ങൾ കരുതുന്നത്, ഏറെ നാളായി പരിശ്രമിച്ച് നിരന്തരം പരാജയപ്പെട്ട് ഇനിയൊരു വഴിയില്ല എന്നുറപ്പുള്ളത് മാത്രമേ ഉടമ്പടി നിയോഗത്തിൽ എഴുതാവൂ. കാരണം ദൈവം അനുഗ്രഹിക്കുന്നതിനെ യുക്തി കൊണ്ട് ചിന്തിച്ച് ദൈവത്തിന് അവമതിപ്പ് ഉണ്ടാക്കരുത്. അത് ഗൗരവത്തോടു കൂടി ജോസഫ് അച്ഛൻ നമുക്ക് പങ്കുവെച്ചു തരുന്ന ഉടമ്പടി ധ്യാനത്തിലെ സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ മകൾ പറയുന്നുണ്ട്, എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ എൻ്റെ ഉടമ്പടി ജീവിതം ഒന്ന് തളർന്നപ്പോൾ, ഒന്ന് വീഴ്ച വന്നപ്പോൾ എൻ്റെ ഭൗതിക ജീവിതത്തിൽ ഞാനതിൻ്റെ ഞെരുക്കങ്ങൾ അനുഭവിച്ചു. വീണ്ടും അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന ഉടമ്പടി പുതുക്കി എൻ്റെ ജീവിതത്തെ കൂടുതൽ സന്തോഷത്തോടു
വിശ്വാസത്തോടുകൂടി വിശ്വസ്തയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ എനിക്ക് വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ അമ്മ മാതാവ് അനുവദിച്ചു നൽകി. വർക്കും വിസയോടുകൂടി എനിക്ക് വിദേശത്ത് ചെന്ന് ജോലിയെടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം അമ്മ എനിക്ക് ചുരുക്കം നാളുകൾക്കുള്ളിൽ ഒരുക്കി തന്നു. അമ്മ മാതാവിൽ ആശ്രയിക്കുന്ന ആരെയും അമ്മ വെറുതെ വിടില്ല. അമ്മ കൃപയാൽ നിറയ്ക്കും, അനുഗ്രഹങ്ങളാൽ അനുഗമിക്കും. ജീവിതത്തിൽ സമാധാനം, സന്തോഷം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള നിരവധിയായ അവസരങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട് എന്ന് അമ്മ എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക്. പേര് രേഖ, ഞാൻ തിരുവമ്പാടിയിൽ നിന്ന് വരുന്നു, കോഴിക്കോട് തിരുവമ്പാടിയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് 29/1/2023 അന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു സാക്ഷ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. ഈ അൾത്താരയിൽ എനിക്ക് എൻ്റെ എത്രയും വിലപ്പെട്ട സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാൻ പറ്റിയതിൽ ഞാൻ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ UK പോയി, ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ആയിരുന്നു പോയത്. അവിടെ പോയി കഴിഞ്ഞ് ഞങ്ങളൊരു ഏജൻസി വഴിയാണ് വിസ എടുത്തത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് അവിടെ ജോലിയില്ല. അവിടെ അവേഴ്സ് ഞങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഫുൾ ടൈം ജോലി ഉണ്ടാവില്ല, അവേഴ്സ് കുറവാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ജോലി ഇല്ല എന്നുള്ള കാര്യം അവിടെ എത്തി ഒരു മാസത്തിനുള്ളിലാണ് അവർ പറയുന്നത്. അത് കേട്ടതോടുകൂടി ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും പോയി. കാരണം അത്രയും ക്യാഷ് എല്ലാം ചിലവാക്കി ഇവിടുന്ന് ബാങ്കിൽ ലോണെല്ലാം എടുത്ത് എല്ലാം വിസയ്ക്കും എല്ലാത്തിനും നല്ലൊരു ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. പോയി കഴിഞ്ഞ് അവിടെ എത്തിയിട്ടാണ് ഈ ഒരു കാര്യം ജോലിയില്ല, അതായത് എൻ്റെ ഞാനാണ് വിസ എടുത്തിട്ടുണ്ടായിരുന്നത്, ആ വിസയിലാണ് ജോലിയില്ല എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് UK അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഗവൺമെൻറ് അത് ഒരിക്കലും അലൗ ചെയ്യുന്നതല്ല. അത് അറിഞ്ഞതോടുകൂടി ഞങ്ങളുടെ പ്രതീക്ഷകളും എല്ലാം നഷ്ടമായി. പക്ഷെ ഞാൻ അപ്പോഴും ഈ മാതാവിനെ ഞാൻ ഒരിക്കലും കൈവിട്ടില്ല. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മാതാവിൽ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നും രാവിലെ 5:30 മണി കറക്റ്റിന് എണീക്കാൻ പറ്റിയില്ലെങ്കിലും ചില ദിവസങ്ങളിൽ സമയം തെറ്റും. എന്നാൽ കൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ബാക്കി എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യാറുള്ളൂ. പ്രാർത്ഥിച്ച് തൈലം തേച്ചിട്ട് ഞാൻ എല്ലാവരും തൈലം തേച്ച് എല്ലാം ചെയ്തിട്ട് മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു, എന്നെ തളർത്തിയില്ല. അതൊന്നും ഒരു കാര്യം ഞങ്ങൾ തളർത്തിയില്ല ആ സമയത്തൊന്നും. കാരണം അതില്ലെങ്കിൽ വേറെ ഒന്ന് നോക്കിയേ പറ്റൂ. അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങോട്ട് പോയത്. ആ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് തിരിച്ചു വരിക എന്നുള്ള അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. അവിടെ എത്തിക്കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് വിസ മാറിയിട്ട് അവിടെ രക്ഷപ്പെടുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ജോലികൾ തിരഞ്ഞുകൊണ്ടിരുന്നു. വേറെ എന്തെങ്കിലും വഴിയിൽ നമുക്ക് നിൽക്കാൻ, എന്തെങ്കിലും അവിടെ താമസിക്കാൻ തന്നെ നല്ലൊരു പൈസയാണ്, നമ്മളെ റെൻറ്റും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കുറേ പരിശ്രമിച്ചു. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ഭർത്താവിനാണ് അവിടെ ജോലി കിട്ടിയത്, ആമസോണിൽ. ആ ഒരു ജോലി കിട്ടിയതിൽ ഞങ്ങൾ മാതാവ് രക്ഷിച്ചത്. ആ ജോലി കിട്ടിയതിലാണ് ഞങ്ങളവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് താമസിക്കാനും ഭക്ഷണത്തിനും എല്ലാത്തിനുള്ള ചിലവിനും എല്ലാത്തിനുള്ള ക്യാഷ് അവിടെ നിന്ന് കിട്ടിയത് ഭർത്താവിന് ജോലി കിട്ടിയതോട് കൂടിയിട്ടാണ്. 1.5 മാസം ആയപ്പോഴേക്ക് ഭർത്താവിന് അവിടെ ജോലി കിട്ടി. അതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഞങ്ങളെ തളർത്തിയില്ല. വിസ ഇല്ല, ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങളെ തളർത്താത്ത ഒരേ ഒരു കാര്യം, ആദ്യമായിട്ട് ഹസ്ബൻഡിന് ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. പക്ഷേ 20 മണിക്കൂർ മാത്രമേ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഫുൾ ടൈം ജോലി തന്നിട്ടുള്ള വിസ തന്നിട്ടുള്ള കമ്പനി അവർ ജോലി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പുറമെ എനിക്ക് 20 മണിക്കൂർ മാത്രമേ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ആ 20 മണിക്കൂർ ജോലി തേടി കുറേ നടന്നു, കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കുറേ ആപ്ലിക്കേഷൻ കൊടുത്തു. അതൊന്നും സക്സസ്ഫുൾ ആയില്ല. പക്ഷേ അവസാനം ഒരു 1.5-2 മാസം ആയപ്പോൾ എനിക്കൊരു 20 മണിക്കൂർ ജോലി തൽക്കാലത്തേക്ക് ഒരു ഹോം കെയറിൽ ജോലി കിട്ടി. അവിടെ ഞാൻ കുറേ ട്രൈ ചെയ്തു. എനിക്ക് വിസ മാറാൻ വേണ്ടി, സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ കുറേ ട്രൈ ചെയ്തു. പക്ഷേ അവർ പറഞ്ഞു ഇല്ല, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഹോം കെയർ ആണ്, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നല്ലൊരു ഹോം കെയർ ആയിരുന്നു, എന്നെ വലിയ കാര്യമായിരുന്നു. ജോലിയും അവേഴ്സും എല്ലാം എനിക്ക് നന്നായിട്ട് തന്നു. 20 മണിക്കൂറേ തരാൻ പറ്റുള്ളൂ എങ്കിൽ കൂടെ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ പലരും എൻ്റെ ചുറ്റും പലരും ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു, വിസ ഇല്ല രേഖ, നിനക്ക് വിസ ഇല്ല, നിനക്ക് അവേഴ്സ് ഇല്ല, ഫുൾ ടൈം ജോലി ഇല്ല, ഏത് നിമിഷം നിന്നെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ചെന്ന് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിലാണ് ഇതെല്ലാം പറയുന്നത്. പറയാൻ കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ ആകെ ടെൻഷൻ അടിപ്പിക്കുന്ന പോലെയാണ് അവരെല്ലാം പറയുന്നത്. എല്ലാം ശരിയാണ്, നമ്മൾ ടെൻഷൻ അടിക്കുക എല്ലാം ആണ്. പക്ഷേ 1% പോലും ഇന്ന് ഞാൻ ഈ നിമിഷം ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നവരെ ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല. ഞാനും എൻ്റെ ഫാമിലിയും ഒന്നും ടെൻഷൻ അടിച്ചില്ല. കാരണം മാതാവിനെ പിടിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. UK പോകുന്നതിന് മുന്നേ ഞാനിവിടെ സാക്ഷ്യം വന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ മാതാവ് കൂടുതലുള്ള ഒരൊറ്റ ധൈര്യത്തിൽ എനിക്കറിയാം അവിടെ എത്തി.
അത് മാതാവാണ് എത്തിച്ചത്. ആ എത്തിച്ച മാതാവിനറിയാം എന്തായാലും ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോം കെയറിൽ ജോലി കിട്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഏജൻസി വഴി ഞാനൊരു കെയർ ഹോമിൽ ജോലി നോക്കി. കാരണം ജോലി നോക്കിയത് വിസ മാറാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് എങ്ങനെയെങ്കിലും വിസ മാറിയേ പറ്റൂ. ഞങ്ങൾ UK പോയത് ഒരു ഇംഗ്ലീഷ് ഏരിയ ആണ്. അവിടെ മലയാളീസൊക്കെ വളരെ കുറവുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ ഒരു ഏജൻസി വഴി ഒരു കെയർ ഹോമിലേക്ക് ജോലി കയറി. അങ്ങനെ ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയുന്ന പറഞ്ഞാൽ അവിടെ എത്തി പരിചയപ്പെട്ട ഒരു മലയാളി ചേട്ടൻ, ഷിനു പറയുന്ന ഒരു ചേട്ടൻ. ആ ചേട്ടൻ പറഞ്ഞു, രേഖ നീ അവിടെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യ്. ഏജൻസി വഴി പോയാൽ നിനക്ക് വിസ മാറാൻ പറ്റില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് നീ അപ്ലൈ ചെയ്യ്. അവർ വിളിക്കാതിരിക്കുക എന്തോ ആവട്ടെ. അങ്ങനെ ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ ഇന്ന് രാത്രി ഞാൻ അപ്ലൈ ചെയ്തു. അടുത്ത ദിവസം എനിക്ക് കോൾ വന്നു, ഇൻ്റർവ്യൂ കോള്. രേഖ നീ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ ഏജൻസി വഴി, നീ എന്നാ നിനക്ക് ഫ്രീ ആവുന്നത്, നീ ഒന്ന് ഇൻ്റർവ്യൂവിന് വാന്ന് പറഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് എന്തോ വലിയൊരു സന്തോഷം. കാരണം ഇൻ്റർവ്യൂവിന് വിളിച്ചു, അടുത്ത ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയി, ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആയി. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിസ മാറണം. ഞാൻ ഇങ്ങനെ പെട്ട് കിടക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് വിസ മാറണം, അല്ലാതെ ഞങ്ങൾക്ക് UK നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു ഓക്കെ രേഖ നോക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അവർ കോൾ വന്നു, രേഖ നിൻ്റെ വിസ ഒന്ന് കാണണം, നിൻ്റെ പഴയ വിസ ഒന്ന് കാണണം ഞങ്ങൾക്ക്, നീ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞ് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു, എൻ്റെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോഴാണ് അവർ പറയുന്നത്, അവർ വിചാരിച്ചിരുന്നത് ഞാൻ ആ ഏജൻസി വഴിയുള്ള, അതായത് ആ ഏജൻസിയാണ് എൻ്റെ എംപ്ലോയർ എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അതല്ല എന്നുള്ള കാര്യം ഞാൻ അപ്പോൾ പറഞ്ഞപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് മുന്നേ അവർ എനിക്ക് വേണ്ടി സ്പോൺസർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആ ഒരൊറ്റ തെറ്റിദ്ധാരണൻ്റെ പേരിൽ അവരെനിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ഞാൻ അവരല്ല എൻ്റെ എംപ്ലോയർ എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ അറിഞ്ഞില്ല അതിന് മുന്നേ അവർ അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യം. അതോടെ ഞാൻ എൻ്റെ എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞു. പക്ഷേ മാതാവിൻ്റെ ആ ഒരു വിശ്വാസം ഞാൻ ഒരിക്കലും കൈവിട്ടില്ല. പക്ഷേ എനിക്കവിടെ ജോലിയില്ല, അതായത് ജോലി ഉണ്ടെങ്കിൽ കൂടെ അതായത് 20 മണിക്കൂർ പാർട്ട് ടൈം മാത്രമേ ഉള്ളൂ, അല്ലാതെ വിസ അവർ തരില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു ഞാൻ. കാരണം ഞാൻ എല്ലാ പ്രതീക്ഷയും കൈവിട്ടിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ ഹസ്ബൻഡ് പുറത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഏട്ടാ ഇനി നോക്കണ്ട, കാരണം അവരിപ്പോഴാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞത്, ഞാൻ ഇങ്ങനെ വന്നതാണ്, എനിക്ക് ജോലി തരില്ല അവർ പറഞ്ഞു. ഇതെല്ലാ കാര്യങ്ങളും ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇവർ വിസ തരില്ല. കാരണം അങ്ങനെയുള്ള ഒരാൾക്കും അവിടെ ഞങ്ങൾ എത്ര അപ്ലൈ ചെയ്തിട്ടും അവരൊന്നും സമ്മതിച്ചില്ല, ഇങ്ങനെയുള്ളൊരു വിസയിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ വിട്ടു കഴിഞ്ഞു. ഇനി വേറെ ഏതെങ്കിലും നോക്കാം, ഇവിടെ നിന്നുകൊണ്ട് വേറെ ഏതെങ്കിലും നോക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അന്ന് പോയി കഴിഞ്ഞ് പിന്നെ ഒരു കോൺടാക്റ്റും ഇല്ല. അവർ ഒരു മെയിൽ അയച്ചില്ല, മെസ്സേജോ അങ്ങനത്തെ ഒന്നുമില്ല, വിളിയൊന്നുമില്ല, പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാം ഒന്നും പറഞ്ഞില്ല. അതോടെ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു. എൻ്റെ UK ഗവൺമെൻറ് നാളെ എനിക്ക് മെയിൽ വന്നത്. ആ മെയിൽ വന്നത് വിസയെ പറ്റിയിട്ടാണ്, അതായത് എൻ്റെ സ്പോൺസർഷിപ്പിനെ പറ്റിയിട്ടാണ് എനിക്ക് മെയിൽ വന്നത്. അപ്പം ഞാൻ താഴേക്കൊന്നും സ്ക്രോൾ ചെയ്ത് പോയില്ല, കാരണം മെയിലാണ്. അപ്പം ഞാൻ ഫ്രണ്ടിലുള്ളത് മാത്രം വായിച്ചു. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളെ വിസ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മാത്രമേ ആ ടോപ്പിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ താഴത്തേക്കുള്ളത് ഞാൻ നോക്കിയില്ല. അപ്പോൾ അതോടെ കഴിഞ്ഞു. ഞാൻ ഹസ്ബൻഡ് ജോലിക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അവർ നോക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ നമ്മൾ പ്രതീക്ഷ കൈവിടണ്ട, നമുക്ക് മുന്നോട്ട് തന്നെ നോക്കാം, അവരെന്താ പറയുന്നത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ രാത്രി ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മെയിൽ കാണിച്ചു കൊടുത്തു, ഇതാണ് എനിക്ക് വന്ന മെയിൽ, പക്ഷേ ഇങ്ങനെയെങ്കിലും വന്നല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു ഒരു വെളിച്ചം നമുക്ക് കാണിച്ചു തന്നു മാതാവ്. എനിക്കറിയാം ഉറപ്പായിട്ടും ഒരിക്കലും കൈവിടില്ല എന്നുള്ള എനിക്ക് 100% എനിക്ക് അനുഭവം വന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അപ്പോൾ ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എനിക്ക് മാതാവിലുള്ള വിശ്വാസവും സ്നേഹവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിന് കാണിച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് അത് സ്ക്രോൾ ചെയ്തു താഴെ എന്താ ഉള്ളത് നീ വെറുതെ നോക്കുമെന്ന് പറഞ്ഞിട്ട് വെറുതെ സ്ക്രോൾ ചെയ്ത സമയത്ത് താഴെ ഒരു ഫയലായിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ സ്പോൺസർഷിപ്പാണത്. ഞാനത് കണ്ടതും എനിക്കറിയില്ല എന്താ ഞാൻ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ ആ മുട്ടുകുത്തി ഞാൻ അവിടെ നിന്ന് ഈ ഇമെയിൽ ഓപ്പൺ ചെയ്ത് ഞാൻ അവിടെ മുമ്പിൽ എന്നിട്ട് മുട്ടുകുത്തി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. എന്ത് സന്തോഷം വന്നാലും വിഷമം വന്നാലും എന്താണെങ്കിലും ഞാൻ ആ വിശ്വാസ പ്രമാണം ചൊല്ലും. അത് ചൊല്ലിക്കഴിയുമ്പോൾ എനിക്ക് ഒരു വിഷമം ഒന്നും ഉണ്ടാവില്ല. അത് 100% എനിക്ക് തെളിയിക്കപ്പെട്ടതാണ്. അതിൽ എൻ്റെ സ്പോൺസർഷിപ്പാണ് വന്നിരിക്കുന്നത്. ഞാൻ ജോലിയിൽ കയറിയിട്ട് പോലും ഇല്ല, കാരണം 1 മാസം ടൈം എടുക്കും. നമ്മൾ പാർട്ട് ടൈം ജോലിയിലാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും UK കയറണമെങ്കിൽ 1 മന്ത് എന്തായാലും എടുക്കും. കാരണം DBS എന്ന് പറയുന്ന പോലീസ് ക്ലിയറൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് ജോലിയിൽ കയറാൻ. അപ്പം ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്താണ് ഈ സ്പോൺസർഷിപ്പ് വന്നിരിക്കുന്നത്. ഞാൻ നേരെ കുറേ പേർക്ക് അയച്ചു കൊടുത്തു, ഇത് അത് തന്നെയാണോ, കാരണം എനിക്കറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിൽ ഞാൻ അയച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഇത് നിൻ്റെ സ്പോൺസർഷിപ്പാണെന്ന്. അതിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി, ഞങ്ങളെല്ലാവരും പോയി മുട്ടുകുത്തി ഞങ്ങൾ നന്ദി പറഞ്ഞു. അത് എപ്പോഴും പറയുന്നതാണ്, എന്നാൽ കൂടി നന്ദി പറഞ്ഞു. അതാണ് എൻ്റെ അവിടെ ചെന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതാണ്.
അത് കഴിഞ്ഞ് സ്പോൺസർഷിപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി വിസേൻ്റെ കാര്യമുണ്ട്. അപ്പോൾ വിസേൻ്റെ കാര്യം അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ എനിക്ക് എൻ്റെ പേരിൽ ആദ്യം വിസ എടുക്കണം എന്നുണ്ടെങ്കിൽ 2 കാര്യം എനിക്ക് കിട്ടണം. ഒന്നുകിൽ എൻ്റെ അക്കൗണ്ടിൽ ഒരു 1,30,000 സംതിങ് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, വിസ മാറാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എൻ്റെ വിസ തന്നിട്ടുള്ള ആ സ്പോൺസർ അവരുടെ സ്പോൺസർഷിപ്പിൽ അവർ ആഡ് ചെയ്യണം എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം. പക്ഷെ അവർ തന്നിരിക്കുന്ന സ്പോൺസർ നോട്ടിൽ കൊടുത്തിരിക്കുന്നത് എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യില്ല എന്നാണ്. അപ്പോൾ എനിക്ക് 2 വഴിയും എൻ്റെ അടഞ്ഞു കിടന്നു. കാരണം ഇതെനിക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്നും പറഞ്ഞു. അപ്പുറത്ത് ഇത്രയും 1,00,000 മേലെ നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കണം. അത് 1 മന്ത് ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കണം. പക്ഷേ 2 എൻ്റെ അടുത്തില്ല. എൻ്റെ അടുത്ത് ഒരു പൈസയും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ക്യാഷ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ മാതാവിൻ്റെ അടുത്ത് എല്ലാം ഞാൻ മാതാവുമായിട്ട് കോൺടാക്ട് ചെയ്യും. എല്ലാം ഞാൻ സംസാരിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മാതാവിനോടാണ് സംസാരിക്കുക. എനിക്ക് വേറെ ഒന്നുമില്ല, വേറെ ആരുമില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് എന്താ ഒരു വഴിയുള്ളത്. അക്കൗണ്ടിൽ ക്യാഷ് കയറണമെങ്കിൽ 1 മാസം പിടിക്കും. അത് ഞാൻ കുറേ പേരോട് ഞാൻ പൈസ ചോദിച്ചു, ആരെടുത്തും ഇല്ല. കാരണം എല്ലാവരും അങ്ങനെയുള്ള ആളുകളാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്താ ചെയ്യുക, മാതാവിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒറ്റൊരു വഴി എനിക്ക് ഭർത്താവ് പറഞ്ഞു, നീ 2ഉം കൽപ്പിച്ച് നീ സ്പോൺസർഷിപ്പ് തന്ന അവർക്ക് മെയിൽ അയക്കി. നിൻ്റെ കയ്യിൽ ക്യാഷില്ല, അക്കൗണ്ടിലിടാൻ നിൻ്റെ കയ്യിൽ ക്യാഷില്ല. ഈ സ്പോൺസർഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തതാ എന്നും പറഞ്ഞ് ഞാൻ 2 കൽപ്പിച്ച് മെയിൽ അയച്ചു. അങ്ങനെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന അവിടുന്ന് 2ാമത്തെ ദിവസം 2 ദിവസം വെയിറ്റ് ചെയ്തു. ഒരു റിപ്ലൈയും ഇല്ല. അത് കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ എനിക്കൊരു മെയിൽ വന്നു. അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ ഇത് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആവണേ, അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ഞാനത് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നവർ എനിക്ക് ഓൾറെഡി തന്ന സ്പോൺസർഷിപ്പിൽ അവർ എഡിറ്റ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ അവർ ആഡ് ചെയ്തു, സ്പോൺസർ നോട്ടായിട്ട് അവർ ആഡ് ചെയ്തു ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. ഒരിക്കലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. ഒരു തന്ന സ്പോൺസർഷിപ്പ് എഡിറ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് അവർ ആഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് മാതാവ് കളിച്ച കളിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേറെ ഒന്നുമല്ല, അത് മാതാവ് ചെയ്ത കാര്യമാണ്. അത് അവിടെ കിടന്ന് ഞാൻ റോഡിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ മെയിൽ വായിക്കുന്നത്. ആ റോഡിൻ്റെ മുകളിൽ നിന്ന് എന്നെ ഞാൻ മുട്ടുകുത്തി ഞാൻ അവിടെ വീണു. ഞാൻ അവിടെ കരയായിരുന്നു. പക്ഷെ കരയാന്ന് പറഞ്ഞത് വിഷമത്തിലുള്ള കരച്ചിലല്ല, സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ്. ഇത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഈ ഒരു മാതാവ് കൂടെ, സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത് വെറുതെ ഉള്ള കാര്യമല്ല. നിങ്ങൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഉറപ്പായിട്ടും വരും, നിങ്ങളുടെ കൂടെ വരും. അതിൽ സ്പോൺസർ നോട്ട് ആഡ് ചെയ്തു. അതിൽ ഞാൻ അവരോട് താങ്ക് യു പറഞ്ഞു, ഹെഡ് ഓഫീസിലേക്ക് മെയിൽ ചെയ്തു, ഞാൻ താങ്ക് യു പറഞ്ഞ് എല്ലാം ചെയ്തു. അത് കഴിഞ്ഞു. അതാണ് 2ാമത്തെ കാര്യം. അത് കഴിഞ്ഞ് ഇനി നമ്മളുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു സോളിസിറ്റർ വേണം. നമ്മൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ അത് സക്സസ്ഫുൾ ആവുമോ അല്ലേ എന്നുള്ളത് നമുക്ക് 1% പോലും അറിയില്ല. കാരണം ഞാൻ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ ഇവിടുന്ന് പോകുമ്പോൾ വരെയുള്ള വിസ ആപ്ലിക്കേഷൻ ചെയ്തത് വേറെ ആളാണ്. അതെല്ലാം ക്യാഷ് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഇനി വിസയ്ക്ക് വെക്കണം. ഈ വിസയ്ക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറേ സോളിസിറ്റേഴ്സിനെ വിളിച്ചു, എനിക്കറിയില്ല ആരെയും. പക്ഷേ കോൺടാക്ട് ചെയ്ത് കുറേ പേര് വിളിച്ചു. അവരെല്ലാം പറഞ്ഞത് ഇത്ര രൂപ വേണം, അതായത് 30,000, 40,000, 50,000 വരെ രൂപ വേണം നമുക്കൊരു വിസ ആപ്ലിക്കേഷൻ അവർ ചെയ്യണമെങ്കിൽ. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായില്ല. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു കൊടുക്കാൻ. കടം മേടിച്ച് കൊടുക്കണമെങ്കിൽ ആരെടുത്തും ഇല്ല. അങ്ങനെ ഒന്നും നോക്കിയില്ല. ഞാൻ മാധവൻ്റെ അടുത്ത് വീണ്ടും പോയി ഞാൻ മുട്ടുകുത്തി, ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്. സോളിസിറ്റേഴ്സിനെ വിളിച്ചിട്ട് അവരാരും ഹെൽപ്പ് ചെയ്യുന്നില്ല. അവർ ക്യാഷ് കൊടുക്കാതെ അവർ ഒന്നും തുറന്ന് പറയുന്നില്ല. എൻ്റെ അടുത്ത് ഈ സൈഡിൽ എൻ്റെ അടുത്ത് ക്യാഷും ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഒന്നും നോക്കുന്നില്ല. ഞാൻ 2ഉം കൽപ്പിച്ച് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, പക്ഷേ 2ഉം കൽപ്പിച്ച് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എൻ്റെ കൂടെ നിൽക്കണം, അത്രയേ ഉള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഒരു ചെറിയ കാര്യം തെറ്റിക്കഴിഞ്ഞാൽ അത് റിജക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് 2ഉം കൽപ്പിച്ച് ഞാൻ അപ്ലൈ ചെയ്ത് സോളിസിറ്ററിൻ്റെ സ്പേസ് ഉണ്ട്. അതായത് നമ്മൾ സോളിസിറ്ററിനെ വെക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ആ സോളിസിറ്ററിൻ്റെ പേര് എഴുതണം. ആ സോളിസിറ്ററിൻ്റെ പേര് എഴുതേണ്ട ഭാഗത്ത് എനിക്ക് ആരുടെ പേരും ഇല്ല കൊടുക്കാൻ. ഞാനത് മുമ്പിൽ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ച് സോളിസിറ്ററിൻ്റെ ഭാഗം മുമ്പിൽ വെച്ചിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവാണ് എൻ്റെ സോളിസിറ്റർ, എനിക്ക് വേറെ ആരുമില്ല. കാരണം പൈസ കൊടുക്കാൻ പൈസയുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ മാതാവിനെയാണ് ഇവിടെ വെക്കുന്നത്. പേര് ഞാൻ എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ മാതാവാണ് ഈ സോളിസിറ്റർ. അതാണ് ഞാൻ അപ്ലിക്കേഷൻ വെക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ അതും പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് ഫോണിൻ്റെ മുകളിൽ ഞാൻ തൈലും തേച്ച് പ്രാർത്ഥിച്ച് എല്ലാം ചെയ്ത് ഞാൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡായിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. സ്റ്റാൻഡേർഡായിട്ട് വെക്കുന്ന സമയത്ത് 90 ദിവസമാണ് അതിൻ്റെ കാലാവധി. അതായത് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിലും റിജക്ഷൻ ആണെങ്കിലും ഒക്കെ 90 ദിവസം പിടിക്കും.
കാരണം അതിന് ക്യാഷ് കൊടുക്കേണ്ട നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുമ്പോൾ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കിട്ടണമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ 50,000 വീണ്ടും അതേ റേറ്റിന് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, കാരണം എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല. ഞാൻ 90 ദിവസം എന്നുള്ള സ്റ്റാൻഡേർഡ് വിസയ്ക്ക് ഞാൻ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു. അതായത് ഞാൻ സബ്മിറ്റ് ചെയ്തത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയല്ലോ, ഇനി 90 ദിവസം 90 ഡേയ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും റെഡി ആവും. അപ്പോഴേക്കും ഞാൻ പാർട്ട് ടൈം ആയിട്ട് അവിടെ കയറാൻ പോവാണ്. 20 hours ഞാൻ അവിടെ കയറാൻ പോവാണ്. കയറി കഴിഞ്ഞ് ഒരു 2-3 മാസത്തിനുള്ളിൽ എന്തായാലും റെഡി ആവുമല്ലോ. റെഡി ആവും എന്നാണ് ഞാൻ ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാൻ അവിടെ കയറുന്നത്. അങ്ങനെ 3-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം അടുത്ത ദിവസം അപ്ലൈ ചെയ്ത് അടുത്ത ദിവസം എനിക്ക് വിസ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. 2-ാമത്തെ ദിവസം വീണ്ടും എനിക്ക് മെയിൽ വന്നു, സക്സസ്ഫുള്ളി എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു അതെന്താ 2 തവണ അവർ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരുമോ, എനിക്കറിയില്ല. അപ്പം ഞാൻ വീണ്ടും ഒന്ന് ശരിക്കും വായിച്ചു, കാരണം എനിക്ക് കണ്ണ് തെളിയുന്നില്ല, ടെൻഷൻ കൊണ്ടാണ് കണ്ണ് തെളിയാതിരുന്നത്. അങ്ങനെ ഞാൻ ശരിക്കും വായിച്ചു നോക്കിയ സമയത്ത് എൻ്റെ വിസയാണ് അവിടെ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നത്. എൻ്റെ വിസ സക്സസ്ഫുൾ ആയി എന്നുള്ള മെയിലാണ് എനിക്ക് വന്നിരിക്കുന്നത്. 2-ാമത്തെ ദിവസമാണ് എനിക്ക് വന്നിരിക്കുന്നത്. 3 മാസം സമയം പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് വിസയ്ക്ക് 2-ാമത്തെ ദിവസമാണ് എനിക്ക് എൻ്റെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നത്. എനിക്ക് ഒന്നും പറയാനില്ല. ഈ 3 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോൾ മാതാവ് കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ കൂടെ തന്നെയും അല്ല, എൻ്റെ ഉള്ളിൽ തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും പറയാനും പറ്റിയില്ല. വിസ സക്സസ്ഫുള്ളായി. ഇനി ഇവരടുത്ത് മാത്രം നോക്കിയാൽ മതി. അത് എൻ്റെ കയ്യിൽ നിൽക്കില്ല, കാരണം എനിക്കറിയില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. അത് പിന്നെ ഇവരുടെ വിസയും കൂടെ ചെയ്തു, ഇവരുടെ വിസയും സക്സസ്ഫുള്ളായി, ഞങ്ങൾ അവിടെ സേഫായി. പക്ഷേ ഈ സേഫായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഏജൻസി ഒരു തരത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് പോയ ഏജൻസി ഞങ്ങൾ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്തില്ല. അവർ കുറേ ആപ്ലിക്കേഷൻസ് ഇന്ന സ്ഥലത്ത് പോയാൽ മതി, അവിടെ ജോലി ഉണ്ട്, ഇന്ന സ്ഥലത്ത് പോയാൽ മതി, അവിടെ അപ്ലൈ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അവർ എപ്പോഴും മെസ്സേജ് അയക്കും. അത് വെറുതെയാണ്, കാരണം പോകുന്നതെല്ലാം അവർ അയക്കുന്ന മെസ്സേജുകൾ മുഴുവൻ ദൂര സ്ഥലങ്ങളിലാണ്. അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടേക്ക് പോയി ജസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അവർ ജോലിയാക്കി തന്നിട്ടില്ല. പക്ഷെ അതൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, ആ ഭാഗത്തേ ചിന്തിച്ചിട്ടില്ല. കാരണം ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളത് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ വിസ 4 പേരുടെ വിസ എല്ലാം സക്സസ്ഫുള്ളായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഞങ്ങൾ ഇവിടുന്ന് പോയ ഏജൻസി, അതായത് ജോലി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് വിട്ട ഏജൻസി തന്നിട്ടുള്ള സ്പോൺസർഷിപ്പിലെ ആ ഹോം കെയർ, അവരുടെ ലൈസൻസ്, ഞാൻ ഇവിടുന്ന് അവിടെ ഇറങ്ങി UK ഇറങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ലൈസൻസ് കട്ടായി. ആ ലൈസൻസ് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ അതൊന്നും അറിഞ്ഞില്ല, ആ ന്യൂസ് ഒന്നും ഞാൻ അറിഞ്ഞില്ല. കാരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തളർന്നു പോകും, ഉറപ്പാണ്. പക്ഷേ എല്ലാ വിസയും റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ സേഫ് ആയതിനു ശേഷമാണ് അറിയുന്നത് അവരുടെ ലൈസൻസ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തി 1 മാസം കഴിഞ്ഞപ്പോൾ. അതിന് എന്താ ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല. അവിടെ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് മാതാവിനോട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവിടെ പോയി മാതാവിനോട് പറയും, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നെ ഇതുവരെ തളർത്തിയിട്ടില്ല, ഒരു കാരണത്താലും എന്നെ തളർത്തിയിട്ടില്ല. മനസ്സുകൊണ്ടും ശരീരത്തും കൊണ്ടും പോലും ഞാൻ തളർന്നു പോയിട്ടില്ല ഇതുവരെ. അതാണ് എൻ്റെ 3-ാമത്തെ കാര്യം. അപ്പം ഇത്രയും വലിയ അനുഭവങ്ങൾ തന്നിട്ടുള്ള ഈ ഒരു മാതാവിൻ്റെ മുമ്പിൽ, തിരുക്കുമാരൻ്റെ മുമ്പിൽ വെച്ച് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. എനിക്ക് ഇതിലും അപ്പുറത്തൊരു സന്തോഷമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ UK നിന്ന് വന്നത്. ഇന്നലെ രാത്രി എത്തി. ഇന്നലെ തന്നെ വരണം വിചാരിച്ചു, പക്ഷേ എനിക്ക് പറ്റിയില്ല, മക്കളും എല്ലാവരും ഉള്ളതുകൊണ്ട്. പക്ഷേ ഇന്ന് എനിക്കിവിടെ എത്തി. ഇവിടെ വന്ന് എനിക്ക് പറയണം. UK എൻ്റെ കുറേ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു, എല്ലാ നൈജീരിയക്കാരുണ്ടായിരുന്നു, ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു, അവരോടൊക്കെ ഞാൻ എൻ്റെ ഈ അനുഭവം ഞാൻ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്തു. കാരണം നമ്മൾ പറയണം, അവർക്കും കൂടെ അത് കിട്ടണം. അത് കഴിഞ്ഞ് എൻ്റെ അവസാനത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ ഭർത്താവിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഒരു കാര്യമാണ്. അത് UK ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അത് എളുപ്പമുള്ള കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് UK ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് ടൈം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പിച്ചതാണ്. കാരണം അത് ട്രൈ ചെയ്യുക. കാരണം ഫസ്റ്റ് ടൈം എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഒന്ന് പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് കിട്ടില്ലേ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തു. ആദ്യമായിട്ട് തിയറി ടെസ്റ്റ് അപ്ലൈ ചെയ്തു, കുറേ കാര്യങ്ങൾ വായിച്ച് പഠിച്ചു എല്ലാം ചെയ്തു. പക്ഷേ എന്നാലും നമുക്ക് 100% നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പിച്ച് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ആ ഒരു എക്സാമിൽ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കാശ് രൂപ എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ വെക്കണം, മാതാവ് വരും കൂടെ, ഉറപ്പായിട്ടും വരും മാതാവ്. ആ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, കയ്യിൽ വെച്ചാൽ മതി. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല, ഒന്നും നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുപോയിട്ട് കാര്യമില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പേഴ്സില്ലേ, പേഴ്സിൽ വെച്ചാൽ മതി. ആ പേഴ്സ് എവിടെയാണോ വെക്കുന്നത് അതവിടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതും കൊണ്ടുപോയി എക്സാം എഴുതി. എക്സാമിൽ പാസ്സായിട്ടാണ് തിരിച്ചു വന്നത്. അതും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്.
അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റാണ്. ആ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഇതേപോലെ ഇംഗ്ലീഷുകാരാണുള്ളത്. ആ ഇംഗ്ലീഷുകാർ അവർ പറയുന്ന ഇംഗ്ലീഷൊന്നും നമുക്ക് ക്ലിയർ ആവണം എന്നില്ല, കാരണം അവരുടെ സ്ലാങ് വേറെയാണ്, നമ്മളുടെ ഇംഗ്ലീഷേ അല്ല. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ UK ചെന്ന് 1 വർഷം 6 മാസം ആയപ്പോഴാണ് ഞങ്ങളിത് അപ്ലൈ ചെയ്യാൻ പോയത്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ എന്നാലും കുഴപ്പമില്ല. തോൽക്കുന്നു അതും 100% ഉറപ്പിച്ച് പോയതാണ്. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാമല്ലോ, എങ്ങനെയാണ് എക്സാം എങ്ങനെയാണെന്നുള്ളത്. തിയറി അല്ല, പ്രാക്ടിക്കൽ ടെസ്റ്റാണ്. അങ്ങനെ അതും പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കാശിരൂപം മുഴുവനായിട്ട് ഞാൻ മാല ഊരി ഞാൻ കഴുത്തിലിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതും അതേപോലെ തന്നെയാണ്, ഒന്നും വിഷമിക്കേണ്ട. അവർ പറയുന്നത് ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ടെൻഷൻ അടിക്കേ വേണ്ട, എല്ലാം മാതാവ് നോക്കിക്കോളും, ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, മാതാവ് നോക്കിക്കോളും. എനിക്ക് 100% ഉറപ്പാണ്, ഞാൻ കൂടെ ഇല്ലെങ്കിലും മാതാവ് ഉണ്ട് കൂടെ. അങ്ങനെ ഞാൻ കാറിനുള്ളിൽ കയറി, ഞാൻ തൈലം എടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കാറ് മുഴുവൻ ഞാൻ തേച്ചു. ഉപ്പെടുത്ത് ഞാൻ വിതറി. ഇതെല്ലാം എന്ന് പറയുന്നത് ഈ മാതാവിൻ്റെ എല്ലാ കാര്യങ്ങളും, തൈലാണെങ്കിലും കാശുരൂപാണെങ്കിലും നമ്മളുടെ ഉപ്പാണെങ്കിലും തേനാണെങ്കിലും ഇതെല്ലാം ഭയങ്കര ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും നമ്മളത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കരുത്. നിങ്ങളത് നേരായ രീതിയിൽ മനസ്സറിഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതിൻ്റെതായ ഫലം തരും. അത് 100% ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. കാറിൻ്റെ ഉള്ളിൽ കയറി ഞാൻ തൈലം തേച്ചു, ഉപ്പ് ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, കാറ് നിങ്ങൾ വിജയിച്ചേ വരൂ, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ അത് വിചാരിച്ച് പോകണ്ട, പക്ഷേ നിങ്ങൾ വിജയിച്ചേ വരൂ, മാതാവ് കൂടെ ഉണ്ടാവും. അങ്ങനെ പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്ന് ലാസ്റ്റായി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞില്ല, തോറ്റു എന്നും പറഞ്ഞില്ല, ജയിച്ചു എന്നും പറഞ്ഞില്ല, കാരണം ലാസ്റ്റേ പറയൂ. വണ്ടി നിർത്തി കഴിഞ്ഞു. ഹസ്ബൻഡ് അത്രയും ടെൻഷനിൽ നിൽക്കുകയാണ്. എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള ടെൻഷനിലാണ്. കിട്ടൂല എന്നുള്ളതാണ് പറയാൻ പോകുന്നതെന്ന് തന്നെ പ്രതീക്ഷിച്ചായിരിക്കുന്നത്. അങ്ങനെ അവർ ആ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡിൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, നന്നായിട്ടുണ്ട്, നീ നന്നായിട്ട് ഡ്രൈവ് ചെയ്തു, വെൽ ഡൺ, കൺഗ്രാജുലേഷൻസ് എന്നും പറഞ്ഞു. അത് കേട്ടതോടുകൂടി പിന്നെ എന്നേക്കാൾ കൂടുതൽ ടെൻഷനുള്ള ഒരാളാണ്, അതേപോലെ മാതാവിന് വിശ്വാസമുള്ള ഒരാളുമാണ്. അതോടുകൂടെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവിടെ വെച്ച് എന്നെ വിളിച്ചു, ഇങ്ങനെ ഡ്രൈവിംഗ് കിട്ടി, അയാൾ വെൽ ഡൺ എന്ന് പറഞ്ഞു, എനിക്ക് കൈ തന്നു, ഞാൻ പാസ്സായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ തിരിച്ചെങ്ങനെയാണ് വീട്ടിലേക്ക് വരികയെന്ന് എനിക്കറിയില്ല, കാരണം അത്രയും ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. സന്തോഷിക്കുകയാണോ കരയുകയാണോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അത്രയും വലിയ അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നു. ഇപ്പം നമ്മൾ സേഫാണ്. സേഫ് എന്ന് പറഞ്ഞാൽ അത്രയും സേഫാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ടെൻഷനും ഞങ്ങൾ അടിച്ചിട്ടില്ല. എത്ര ജോലി ഇല്ലാതെയായിട്ടും സ്പോൺസർഷിപ്പ് ഇല്ലാതെയായിട്ടും ലൈസൻസ് കട്ടായിട്ടും ഒരു ടെൻഷനും ആയില്ല. ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ മാതാവ്, നമ്മൾ നേരായ വഴിയിലൂടെ പോവുകയാണെങ്കിൽ മാതാവ് ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. ഒരിക്കലും നമ്മൾ ഒരാളെ പോലും കുറ്റം പറയാൻ പാടില്ല, ഒരാളെ പോലും നമ്മൾ വെറുക്കാൻ പാടില്ല. നിങ്ങൾ എത്രത്തോളം ദ്രോഹം ചെയ്തവരാണെങ്കിൽ കൂടെ ഒരിക്കലും നിങ്ങൾ അവരെ വെറുക്കരുത്. അവർക്ക് നല്ലത് വരാൻ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. ഞാൻ ഈ ഒരു ഉടമ്പടിയിൽ കയറിയതിന് ശേഷം ഞാൻ കുറച്ച് എളിമയുള്ള ആളാണ് ഞാൻ ഓൾറെഡി. പക്ഷേ ഇതിൽ കയറിയതിന് ശേഷം ഒരാളും എനിക്ക് ശത്രുക്കളില്ല, ഒരു ശത്രുക്കളില്ല. എന്നെ ദ്രോഹിച്ച പലരുണ്ട്, എന്നെ തളർത്തിയ പലരുണ്ട്, എന്നെ വേദനിപ്പിച്ച കുറേ പേരുണ്ട്. പക്ഷെ അതൊന്നും എന്നെ ഏറ്റിട്ടില്ല. ഞാൻ അപ്പോഴും അവർക്ക് കുഴപ്പമില്ല, അത് അവർ ചിന്തിക്കുന്നതല്ലേ, സാരല്ലേ, അത് മാറിക്കോളും. അവരെ മാതാവിൻ്റെ വഴിയിൽ നടക്കണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അല്ലാതെ അവർ തെറ്റാണ്, അവർ ശരിയല്ല എന്നുള്ളത് ഒന്നുമല്ല ഞാൻ പ്രാർത്ഥിച്ചത്. അവരെ മാതാവിൻ്റെ വഴിയിൽ നടത്തണം, അവരെ നല്ല വഴി കാണിച്ചു കൊടുക്കണം, അവരെ ഈ ചിന്തയിൽ നിന്ന് മാറി നല്ലത് ചിന്തിക്കാൻ പറഞ്ഞു കൊടുക്കണം. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്, ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ പത്രങ്ങളെല്ലാം കൊടുത്തിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് എൻ്റെ വീട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ കുറേ പേർക്ക് പത്രങ്ങൾ കൊടുത്തു. അപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ അനുഭവം എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെ UK പോയതിന് ശേഷം എനിക്ക് കൂടുതലായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാനൊരു ഗ്രേസ് പാലിയേറ്റീവ് മുക്കം, ഞങ്ങൾ താമസിക്കുന്ന അവിടെ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്. അവിടെ ഞാൻ പോയി 1 മാസം ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തു. എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എല്ലാം ഞാൻ സഹായിച്ചു, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ഞാൻ സഹായിച്ചു. ഇപ്പം ഞാൻ UK എത്തിയതിന് ശേഷം എനിക്ക് ജോലി കിട്ടി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അവർക്ക് കുറച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ക്യാഷ് അയച്ചു കൊടുക്കും. പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ചെയ്യണം, എനിക്ക് ഇങ്ങനെ ചെയ്തു തരാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ക്യാഷ് അയച്ചു കൊടുക്കും. അതാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. ഇപ്പം ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അവരുടെ കൂടെ കുറച്ച് ദിവസം എനിക്ക് വീണ്ടും ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്യും. എന്തെങ്കിലും എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ഒക്കെ ചെയ്യണം. അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോം എന്ന് പറയുന്നത് അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കെയർ ഹോമാണ്. അവിടെയുള്ള അമ്മമാരെന്ന് പറയുന്നത് ഡിമെൻഷ്യ ഉള്ള അമ്മമാരാണ്, അമ്മമാരല്ല അമ്മൂമ്മമാരാണ്. അവരിലെ എല്ലാവരും എൻ്റെ സ്വന്തം ആളുകളെ പോലെ ഞാൻ കാണുന്നത്. അതായത് ഈ മാതാവിൻ്റെ മുഖമാണ് ഞാൻ അവരുടെ മുഖത്തെല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മാതാവിനെ ഞാൻ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെയാണ് ഞാൻ അമ്മൂമ്മമാരെ നോക്കുന്നത്. അവർ എന്ത് പറഞ്ഞാലും, ചീത്ത പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ആ ഒരു അപ്രോച്ചിലാണ്.
എല്ലാവരും ഈ മാതാവിൻ്റെ മുഖമാണ് ഞാൻ കാണാറ്, അവരുടെ എല്ലാവരുടെ മുഖത്തും. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ഞാൻ ഹാപ്പി ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എൻ്റെ കടങ്ങളെല്ലാം പകുതി മുക്കാലും ഞാൻ വീട്ടിൽ കഴിഞ്ഞു. ഞാനും ഹസ്ബൻഡും കൂടെ എല്ലാം വീട്ടിൽ കഴിഞ്ഞു. അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഞാൻ UK വന്നത്. ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തുനിന്നത്. 2 വർഷമായി ഞാൻ UK പോയിട്ട്. ഇവിടെ വന്ന് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ പറയണം, മാതാവിൻ്റെ മുമ്പിൽ ഈ സ്റ്റേജിൽ കയറിയിട്ട് പറയണം. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഇത് മുകളിൽ നിന്ന് നമുക്ക് ഗ്രേഡ് ചെയ്ത് തരണം, ഇവിടെ പറയാൻ പറ്റുമല്ലേ എന്നുള്ളത്. പക്ഷെ അത് തന്നതോട് കൂടിയിട്ട് എൻ്റെ എല്ലാം ആയി. ഞാൻ എല്ലാം സമർപ്പിച്ചു. ഞാൻ ഈ മുമ്പിലെല്ലാം സമർപ്പിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. എനിക്ക് ഇതിലും വലിയൊരു സന്തോഷം എനിക്കില്ല. അതുകൊണ്ട് നന്ദി മാതാവിനും തിരുക്കുമാരനും എല്ലാവർക്കും 1000 നന്ദി. സങ്കീർത്തനം 103:5 നിന്റെ യൗവനം കഴുകൻ്റേതുപോലെയും നവീകരിക്കപ്പെടുവാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, രേഖാജിത്തിൻ്റെ കുടുംബത്തിൽ നിന്നും നമ്മൾക്ക് അൾത്താരയിൽ വന്ന് പറഞ്ഞ സാക്ഷ്യം ജീവനുള്ള സാക്ഷ്യങ്ങളാണ്. ആ മകൾക്ക് കിട്ടിയത് പരിശുദ്ധ അമ്മയുടെ വിശ്വാസമാണ്. അമ്മ എന്തും ചെയ്തു തരുമെന്ന്, അമ്മ എന്ത് കാര്യമുണ്ടെങ്കിലും ചെയ്തു തരും. ഒന്നുകൊണ്ടും നിങ്ങൾ ആരും പേടിക്കണ്ടെന്ന്. ഉടമ്പടി എടുത്തത് കൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. ഇവിടെ വരുന്നത് വരെ അവർ ടെൻഷൻ അടിച്ചില്ലെന്ന്. എന്നാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ജോലിയില്ലാതെ വിദേശത്ത് എങ്ങനെ താമസിക്കും? കുടുംബമായിട്ടാണ്, ഫാമിലിയുമായിട്ടാണ് പോയത്. അവിടെ ചെന്ന് എങ്ങനെ ജീവിക്കുമെന്നുള്ള ഒരു ടെൻഷനും ആ കുടുംബത്തിന് ഇല്ലായിരുന്നെന്ന്. കാരണം എന്താ? വിശ്വാസ പ്രമാണമെന്ന ജപമാണ് അവർ ചൊല്ലിയത്. ഒരു അക്രൈസ്തവരായ മോളാണ് അവർക്ക് കിട്ടിയ പ്രാർത്ഥന വിശ്വാസ പ്രമാണമെന്നുള്ള ജപം. അതിന് മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലിയവർ. അപ്പോൾ അമ്മ മാതാവിനോട് എന്തുണ്ടെങ്കിലും പറയും. എന്ത് കാര്യം തുടങ്ങണതിന് മുൻപേ അമ്മയോട് പറയും. അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ, അമ്മ വരണം കേട്ടോ, അമ്മയാണ് എൻ്റെ കൂടെ വരേണ്ടത്. ഏത് മേഖലയിലാണ് ചെന്നിട്ടും അവിടെ നിന്നൊരു നോ പറയാതെ എല്ലാ മേഖലയിലും ഏസ് എന്നുള്ള രീതിയാണ് ആ മോൾക്ക് കിട്ടിയതെന്ന് നമ്മളോട് പറയുകയുണ്ടായി. അതേസമയത്ത് ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞു. ഹസ്ബൻഡിന് ലൈസൻസ് കിട്ടുന്നതും ടെസ്റ്റിൻ്റെതും അവിടെയെല്ലാം അമ്മ വരുമെന്ന് നല്ല ഉറപ്പ് കൊടുത്ത് വിടുകയാണ്. അമ്മ കൂടെ ഉണ്ടാവുകയെ, ഒന്നുകൊണ്ട് പേടിക്കണ്ടേ, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. അതിന് നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും കാശുരൂപവും കൊണ്ട് അദ്ദേഹത്തിന് കഴുത്തലിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് അമ്മ കൂടെ വരും. എന്ത് കൂളായിട്ടാണ് പറയുന്നത് അല്ലേ? എന്ത് ധൈര്യമാണ് അമ്മ കൂടെ വരുമെന്ന് പറയാനുള്ള ധൈര്യം. ഈ ധൈര്യം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുടെ ജീവിതം ഇവർ പകർത്തിയെടുത്തു. അമ്മ ചെയ്തതുപോലെ അമ്മയുടെ മുഖമാണെന്ന് മറ്റുള്ളവരിലേക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നോ അമ്മയ്ക്ക് ചെയ്യുന്നത് പോലെയാണ് മറ്റുള്ളവർക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്തു തരുന്ന അമ്മയെ നമ്മളൊക്കെ മറക്കരുത്. അവർ പറഞ്ഞില്ലേ, നേർച്ച വസ്തുക്കളും പരിശുദ്ധ അമ്മ ഒരിക്കലും വിട്ട് കളയത്തില്ല. 3 മാസം കൊണ്ട് കിട്ടാനുള്ള ലൈസൻസ് അവർക്ക്, 3 മാസം കൊണ്ട് കിട്ടാനുള്ള വിസ 2 ദിവസം കൊണ്ട് കൊടുത്തു. സമയത്തിൻ്റെ അമ്മയല്ലേ ഇതല്ലേ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി കടന്നു വന്ന അമ്മ. പ്രാർത്ഥിക്കണമെന്ന് മാത്രം അമ്മ അച്ഛനോട് പറഞ്ഞു. ദുരന്തം ഉണ്ടാകാൻ പോകുന്നു. ഏത് ദുരന്താവസ്ഥയിലും നിങ്ങൾ പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് നിന്നാൽ, പതറാതെ നിന്നാൽ, അവർ പറഞ്ഞില്ലേ പതറിയില്ലെന്ന്, ടെൻഷൻ അടിക്കാതെ നിന്നാൽ, വിശ്വാസത്തോടു കൂടി നിന്നാൽ പരിശുദ്ധമ്മ കൈവിടില്ലെന്ന് ഈ സാക്ഷ്യം ഈ ആൾത്താരയിൽ വന്ന് നമ്മളോട് പറഞ്ഞ പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത വലിയ കൃപയ്ക്ക്, പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം.